ഇന്നത്തെ പിള്ളേർ ചിന്തിക്കുന്നത് നമ്മൾ ഇന്ന് ഓൾറെഡി വീട്ടിൽ ചിന്തിച്ച് വളർന്ന് വന്ന് ഇവിടുന്ന് മുന്നോട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയില്ലേ, അവിടെ നിന്നാണ് പിള്ളേർ മുന്നോട്ട് ചിന്തിക്കുന്നത്. ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു, മാറി കൊടുക്കാൻ ഡ്രസ്സ് ഇല്ലായിരുന്നു, നമുക്കന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ വളർന്ന കാലത്ത് പല കാര്യങ്ങളും വി വുഡ് ഫോളോ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ബീങ് ഡൺ സോ. കുടുംബം എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻ വരെ ദേ ആർ തിങ്കിങ് വെരി ഏർലി ഓൺ. ടു ദ മൊമെന്റ് എ ക്വസ്റ്റ്യൻ കംസ് വി ആർ ലൈക്ക് യു ആർ ആസ്കിങ് മീ ബിക്കോസ് യു ഡൗട്ട് മീ. ഈ തലമുറ ഇസ് നോട്ട് എ destroyed generation where they have no social, no emotional, no physical, no cognitive. No, these things are there. Within seconds നമുക്ക് wow feeling വരുന്ന ഒരു സാധനമാണ് ഈ കയ്യിലെല്ലാവർക്കും ഇരിക്കുന്നത്. കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നല്ല, അവർ വളരെയധികം മനസ്സിലാവും. അവർ നിങ്ങളെ ലോകത്തിന്റെ ഒരു ഭാവം അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. Often children don't like you. They don't like that. So many kids just they grow out of it so fast. കുട്ടികൾക്ക് തോന്നണം നമ്മുടെ പേരൻസ് എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുന്നു എന്നൊരു സാധനം വന്നു കഴിയുമ്പോൾ അവരുടെ ഒരു വളർച്ച ഭയങ്കരമായിരിക്കും. The one career path is a myth. It doesn't exist anymore. Sugar, refined salt and refined oil. They three give you like quick, instant taste. ഇതെല്ലാം നിന്റെ അടുത്ത് അന്ന് മുതൽ ഞാൻ പറഞ്ഞു. There you're trying to say I was right all along. You're still not right. Religion is a combination of faith, spirituality and tradition. പലപ്പോഴും നമ്മൾ ഇതൊരു അവിയലായിട്ടാണ് കാണുന്നത്. ഈ മെമ്മറീസും ഈ കുട്ടിയുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം, അതും ആയുഷ്കാലമുള്ള അവരെ ബ്രെയിനിൽ അവരെ പേരൻസിനെ കാണുന്ന ബന്ധങ്ങളുടെ ഒരു 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 ഇമോഷണൽ കണക്ഷന്റെ അടിസ്ഥാനമാവുന്ന ഈ സാധനങ്ങളാണ്. ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങൾക്ക് പുസ്തകം വായിച്ച് പഠിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒത്തിരി റിസർച്ച് ചെയ്യാം. പക്ഷെ അതൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. ഒരു കാര്യത്തെപ്പറ്റി ഏറ്റവും എളുപ്പം പഠിക്കാനായിട്ട് ആ ഫീൽഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നതാണ് 42 പോഡ്കാസ്റ്ററിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഓരോ ഫീൽഡിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതുപോലെ തന്നെ ഒത്തിരി എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. ആ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. ഈ ഒരു പോഡ്കാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ലെസൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു റീൽസും ഷോർട്സുമായിട്ട് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഇടുന്നുണ്ട്. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച്. ഇന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പോസിറ്റീവ് പാരൻറ്റിങ്. ഈ വരാൻ പോകുന്ന ഒരു ജനറേഷന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടെഡി ബഡീസിൻ്റെ ഡയറക്ടറായ നെവിൻ്റെ കൂടെയാണ്. നെവിൻ വിക്ടർ ഈ ഒരു ഫീൽഡിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയും കൂടെയാണ് നെവിൻ വിക്ടർ. അപ്പം നെവിൻ, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. താങ്ക് യു സോ മച്ച്. സോ ഗുഡ് ടു ബി ഹിയർ നിങ്ങളുടെ കൂടെ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ. ഇപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം പുതുതായിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കുട്ടികളെ വെറുതെ റൂമിൽ അടച്ചിരുത്തി പഠിപ്പിക്കലല്ല എഡ്യൂക്കേഷൻ ഒന്നും. ജീവിക്കാൻ യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവർ പഠിക്കണം സ്വയം എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഈ ജനറേഷനിലുള്ള കുട്ടികൾക്ക് നമ്മൾ പഠിച്ച പോലെയും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച പോലെയും നമ്മൾ ചിന്തിച്ച പോലെയും അല്ല ഇവർക്ക് വേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ, അവർക്ക് ഒരു ലീഡർ ആവണമെങ്കിൽ, അവർക്കൊരു എക്സാമ്പിൾ ആകണമെങ്കിൽ അവരെങ്ങനെ ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാണ്. നെവിനെ സംബന്ധിച്ച് ഒത്തിരി കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്, ആ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ് കാണുന്നതാണ്. അപ്പം ഇതൊന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു നമ്മുടെ ജനറേഷനിൽ ഞാൻ പല പേരൻസിൻ്റെ അടുത്തും നമ്മൾ സംസാരിക്കുമ്പോഴും പലപ്പോഴും ഈവൻ നമ്മൾ വീട്ടിൽ കാണുമ്പോഴോ സ്കൂളിൽ കാണുമ്പോഴോ ജനറലി വളരെയധികം തന്നെത്താൻ പരിശോധന ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയുള്ള ഒരു ലോകം നമ്മൾ വാർത്ത് എടുക്കാൻ സഹായിക്കണം. പലതരം സിദ്ധാന്തങ്ങളും തിയറീസും ഓരോ പേരൻറ്റിനും പലപ്പോഴും അവരുടേതായ ഓരോ മെത്തേഡ്സ് ഉണ്ടാകാം, അവരുടേതായ ചില കൺവിക്ഷൻസ് ഉണ്ടാകാം. ഓരോ വീട്ടിലും ഓരോ നാട്ടിലും നടക്കുന്ന ഓരോ നാട്ടു നടപ്പും അവരെ വീട്ടിലെ കൾച്ചേഴ്സും വാല്യൂസും വെച്ച് ചില ഡിഫറൻസസും ഓരോരുത്തർ അവരവരെ യുണീക്ക് പേഴ്സണാലിറ്റിക്ക് ഇതിൽ ഇടമുണ്ട്. പലപ്പോഴും ഇപ്പോൾ പേരൻസ് പറയും ഇന്നത്തെ പിള്ളേർ ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ മനസ്സിലാക്കാൻ ആക്ച്വലി കാലഘട്ടങ്ങളിൽ വന്ന ചില ചേഞ്ചസ് എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയും ആ വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങൾ, ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും മുതിർന്നവർ തമ്മിൽ സംസാരിക്കുന്നത്, അവർ പോകുന്ന സ്ഥലങ്ങൾ, അതിൽ നിന്ന് മുകളിലോട്ടാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. ദ ഫൗണ്ടേഷൻ ഇസ് വേർ യുവർ ഫാമിലി ആൻഡ് യുവർ പാരൻസ് തിങ്ക്.
So I see childhood in my lens of where I was as a child. Whereas I was standing on my parents' shoulder. എൻ്റെ മാതാപിതാക്കളുടെ അവർ കൊണ്ടുവന്നല്ലെങ്കിൽ അവരതുവരെ വന്നതിൽ നിന്ന് മുകളിലോട്ട് ഉയർന്ന് ചിന്തിച്ചാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ പിള്ളേർ ചിന്തിക്കുന്നത് നമ്മൾ ഇന്ന് ഓൾറെഡി വീട്ടിൽ ചിന്തിച്ച് വളർന്ന് വന്ന് ഇവിടുന്ന് മുന്നോട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയില്ലേ, അവിടെ നിന്നാണ് പിള്ളേർ മുന്നോട്ട് ചിന്തിക്കുന്നത്. പണ്ടുള്ള ആൾക്കാർ പറയുന്ന പോലെ ഞാൻ അന്ന് സ്കൂളിൽ പോയിരുന്നത് മറ്റേ പുഴ ചാടിക്കിടന്നും കാട്ടിൽ ചെരുപ്പില്ലാതെ. എന്റെ ഗ്രാൻഡ് പേരൻസ് പറയായിരുന്നു 12 കിലോമീറ്റർ ഒക്കെ നടന്നാ സ്കൂളിൽ പോയത്, നീയൊക്കെ ദേ രാവിലെ എടുത്തിട്ട് ബസ്സൊക്കെ അറിയാൻ പോകുന്നത്. ഇപ്പം നമുക്ക് പോലും നമ്മുടെ പാരൻസ് ഇതുപോലെ നമുക്ക് പറഞ്ഞുതരും, പണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഗതിയില്ലായിരുന്നു, ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു, മാറി ഉടുക്കാൻ ഡ്രസ്സില്ലായിരുന്നു. നമുക്കന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, കാര്യം നമ്മൾ അതിലല്ലല്ലോ, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. നോയിങ് പ്ലേസസ്, എക്സ്പ്ലോറിങ് എന്നുള്ള പോയിന്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ഒബ്വിയസ് ഫാക്ട്. അവിടെ നിന്ന് മുകളിലോട്ടാണ് ഇനി കുട്ടി ഒരു വരാൻ പോകുന്ന ലോകത്തെ പറ്റി ചിന്തിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റ് ഈസ് വാട്ട് ചേഞ്ചസ് എവറിത്തിങ് ദാറ്റ് ദ ചൈൽഡ് തിങ്സ്. അവർ മുന്നോട്ട് ലോകത്തെ കാണുന്നതും അവരിപ്പം സ്ക്രീനാട്ടെ, ഫുഡാട്ടെ, ജീവിതശൈലി ആട്ടെ, കളിക്കുന്നതാട്ടെ, ഇത് ഓരോ കാര്യങ്ങളും ഇവരിപ്പോൾ വീട്ടിൽ നടക്കുന്ന ഈ പേരൻസിൻ്റെ ലൈഫ് സ്റ്റൈലും ഇതെല്ലാം കണ്ടിട്ട് ഇതിൻ്റെ മുന്നോട്ടാണ് ഈ കുട്ടികൾ ചിന്തിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുട്ടികൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, വലിയ വലിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ വരുന്നത്. ദ ബേസിക്സ് ഓഫ് നമ്മുടെ ഒരു ഹ്യൂമൻ ബിഹേവിയറിന് ആവശ്യമായ ബേസിക് പല റിവാർഡ് സിസ്റ്റംസ് ഉണ്ട്. ദീസ് തിങ്സ് ആർ സ്റ്റിൽ ദ സെയിം. അതായത് നമുക്കിപ്പോൾ ഫിസിക്കലി ഇഫ് യു ഈറ്റ് വെൽ, ഇഫ് യു വർക്ക്, ഇഫ് യുവർ ബോഡി വർക്ക്സ് വെൽ, you will have a good physical fitness and that will feel good എന്നുള്ളതൊരു ഫാക്റ്റാണ്. My natural reward system tells me, or there is a natural reward system end of the day which still helps us look at fitness right. ഇനി നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആട്ടെ, നമ്മളിപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ പിള്ളേർ ആർ വെരി ലൈക്ക് ഫോക്കസ്ഡ് ഓൺ യു ഫീൽ എ ലോട്ട് ഓഫ് പേരൻസ് ആർ കൺസേൺഡ് ആൻഡ് നോട്ട് സോഷ്യൽ. നമ്മൾ കോവിഡ് ബേബീസ്, കോവിഡ് ജനറേഷൻ എന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം early childhood to even college life, all structures of social interactions have transitioned or evolved or broke down sometimes. പക്ഷേ naturally good social interactions is still rewarding. ഈ ഒരു റൂട്ട് ബിലീഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി കീ ആസ് പേരൻസ്. ബി ഇറ്റ് സോഷ്യൽ, ബി ഇറ്റ് ഇമോഷണൽ റെഗുലേഷൻ. നമുക്ക് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുക, ഇമോഷൻസ് വഴി നമ്മൾ ലോകത്തെ കാണുക ഇസ് സ്റ്റിൽ റിവാർഡിങ്. സോ ഇതുപോലെ ഈവൻ ലേണിംഗ്, ഫോർ എക്സാമ്പിൾ കോഗ്നിറ്റീവ് പ്രോസസ്സസ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, വി ആർ ഏബിൾ ടു പുട്ട് തിങ്സ് ടുഗെദർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് തിങ്സ്, ഇറ്റ് ഈസ് സ്റ്റിൽ റിവാർഡിങ്. സ്കിൽസ്, നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുക, ബീങ് ഏബിൾ ടു ക്രിയേറ്റ് സംതിങ് is still rewarding. ഈ root understanding that all our basic faculties are still there, it's human, right? It's the human still remains, helps us to understand now what can we create, how do we now take these things and place the right way of doing things. That's the starting point, I feel, to always look at lifestyle changes for children. ഇപ്പോൾ കോവിഡ് ബേബീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ കോവിഡ് സമയത്താണ് കൂടുതലും ആൾക്കാർ പുറത്തിറങ്ങാതെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നത്. മൊത്തത്തിൽ നമ്മുടെ ലോകം മുഴുവൻ മാറി. ആ മാറുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളും അത് തന്നെയാണ് കണ്ടുപഠിച്ചത്. അപ്പോൾ സോഷ്യലൈസിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ചുരുങ്ങിയൊരു സ്പേസിലോട്ട് മാറി. ഈ കോവിഡ് സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ലൈക്ക് ക്ലാസ്സുകൾ വരെ ടാബിലായി. ഈ കുട്ടികളും ഈ ടാബ്, ഫോണ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ കോവിഡ് ടൈമിൽ നമ്മൾ നോക്കിയാൽ കുറേ ജോയിൻറ്റ് ഫാമിലീസായി താമസിച്ച പിള്ളേർ വുഡ് ഹാവ് എ വെരി ഡിഫറെൻറ്റ് സോഷ്യൽ സ്കിൽസ് കമ്പയർഡ് ടു എ ചൈൽഡ് ഹൂ കോവിഡിലിപ്പം നമുക്ക് നോബഡി കുഡ് ചൂസ്, ഓർ മെനി ഓഫ് us couldn't choose what happened, right? അപ്പോൾ മെനി ചിൽഡ്രൻ just had very little social interaction. But that and this is extreme. You can see the difference. What that says is because children are fast learners. Naturally, നമ്മളെ ബ്രെയിൻ എവറി ഡേ നമ്മൾ വളരെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് സോഷ്യൽ സിറ്റുവേഷൻസ് മോഡൽ ചെയ്യുന്നു, അത് കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ വളർന്ന കാലത്ത് പല കാര്യങ്ങളും വി വുഡ് ഫോളോ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ബീങ് ഡൺ സോ. ട്രഡീഷൻസ് എന്ന് പറയും. അതിൽ പലപ്പോഴും നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, എൻ്റെ റോൾ എന്താണ്. ഫോർ എക്സാമ്പിൾ, ഒരു ആഘോഷത്തിൽ ഞാൻ ആ ആഘോഷം എന്തിനെ ആഘോഷിക്കുന്നത്, ആ ആഘോഷത്തിൽ ഞാൻ എങ്ങനെ പങ്കെടുക്കുന്നു, ഞാനാ വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചില്ല. വി വർ ഫൈൻ വിത്ത് ഇറ്റ്. ബട്ട് ഇന്നത്തെ ഒരു തലമുറ അങ്ങനെയല്ല. എന്തിനു വേണ്ടി പോകണം, അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം. ദാറ്റ്സ് വൺ തിങ് ഐ തിങ്ക് ആസ് പേരൻസ്
നമ്മൾ പലപ്പോഴും ഇതൊരു ത്രെറ്റായി കാണുന്നത്, നമുക്കൊരു ഉത്തരവില്ല എന്ന് പറയുന്നത് നമുക്കൊരു ത്രെറ്റായോ ഒരു ഇൻസെക്യൂരിറ്റി ആയോ കാണുന്നതിന് പകരം ഇഫ് വി ക്യാൻ സേ ഹേ ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ, ഹേ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇഫ് വി സ്റ്റാർട്ട് തിങ്കിങ്, അതെ ഗുഡ് ക്വസ്റ്റ്യൻ, എന്തിനാണ് നമ്മൾ പോകുന്നത്, നമുക്ക് ഇന്ന ആൻറ്റി അറിയാമല്ലോ, നൗ യു സ്റ്റാർട്ട് തിങ്കിങ് വിത്ത് ദ ചൈൽഡ്, ഇവർ നമ്മളെ ജീവിതത്തിൽ ഇന്ന ഉണ്ടായിരുന്നു, നൗ ദേ വർ പാർട്ട് ഓഫ് അവർ ലൈഫ് അറ്റ് സം പോയിന്റ്, ദെൻ വി കെയിം ടുഗെദർ ആൻഡ് ദേ ആർ റിലേറ്റഡ്. അപ്പോൾ നൗ യു ആർ ഫോസ്റ്ററിങ് വാട്ട് ഇസ് ഫാമിലി വാല്യൂസ്, ടുഗെദർനെസ്, ജേർണിങ് ലൈഫ്. എന്നിട്ട് കല്യാണം ആണ് പോകുന്നതെങ്കിൽ ഓക്കെ നൗ ദേ ആർ ബോത്ത് യുനോ സോൻസോ ആൻറ്റിയുടെ മോൻ ഇപ്പോൾ ഒരു ഗെറ്റിംഗ് മാരീഡ്, അപ്പോൾ അവർ രണ്ടുപേരും ഒത്ത് ജീവിക്കാൻ പോവാണ്. അപ്പോൾ അവരുടെ ഫാമിലി ഒരു പുതിയൊരു അംഗം വന്നു. യു ആർ പുട്ടിങ് എ പോസിറ്റീവ് സ്റ്റോറി ഓഫ് മാരേജ്, ഓഫ് ലവ്. ഒരു പുതിയ ലൈഫ് ഇസ് കമ്മിങ് ടുഗെദർ. സോ നൗ ദിസ് യു ആർ ആക്ച്വലി ടീച്ചിങ് ദ ചൈൽഡ് ഓർ ഹെൽപ്പിംഗ് ദം സീ ദ വേൾഡ് ഇൻ ദ റൈറ്റ് വാല്യൂ സിസ്റ്റം, റൈറ്റ്? ആൻഡ് വി ആർ ഗോയിങ് ദാറ്റ് ടു സെലിബ്രേറ്റ്. നമ്മൾ ഇവരൊത്തു വരുന്ന ഒരു പുതിയ ജീവിതം, ഇവരെല്ലാവരും കുടുംബത്തിലൊരു പുതിയ അംഗം വന്നില്ലേ, സ്നേഹം, കുടുംബം, ഈ എല്ലാ കാര്യങ്ങളും ആ ഒരു കോൺവെർസേഷൻ വഴി എത്ര കാര്യം നമുക്ക് ചെയ്യാം. അവിടെ പോകുമ്പോൾ ആ കുട്ടി അവരെ കൈ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ദേ ആർ റിയലി ഗോയിങ് ടു സെലിബ്രേറ്റ് ദാറ്റ്. വേറൊരു കാര്യമുണ്ട്, യു കാൺട്ട് ലിവ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ലൈഫ്. ആരെ കണ്ടോ വേണ്ടി നമ്മളും പോകുന്നു എന്ന് കുട്ടി 100% കാണും. അതിനെ അരിച്ച് ഗുണിച്ച് they'll see through this. അപ്പോൾ ഐ തിങ്ക് എ ലോട്ട് ഓഫ് തിങ്സ് ഇസ് നമ്മുടെ വില്ലിങ്നെസ് ടു ഓൾസോ ചേഞ്ച് അലോങ് വിത്ത് അവർ ചിൽഡ്രൻ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നൊരു കുട്ടി ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ കുഞ്ഞ് സ്വയം മനസ്സിലാക്കും എനിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ്, ഞാൻ ഇടപെടേണ്ട ആൾക്കാരാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കും. ദ തിങ് ഈസ് ഇന്നത്തെ തലമുറയ്ക്ക് കുടുംബം എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻ വരെ ദേ ആർ തിങ്കിങ് വെരി ഏർലി ഓൺ. ദേ ആർ അവർ റിലേറ്റീവ്സ്. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഇസ് നോട്ട് ഇനഫ്. ഫാമിലി ഈസ് എ യൂണിറ്റ് വേർ നമ്മളെല്ലാവരും സ്നേഹിച്ചും വഹിച്ചും ജീവിതം ഒത്ത് ചെയ്യുന്നൊരു യൂണിറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പല രീതിയിൽ കാണുകയും കുട്ടി അനുഭവിക്കുകയും നമ്മളെ ബന്ധുക്കൾ ഇങ്ങോട്ട് കാണിച്ചില്ലെങ്കിലും അങ്ങോട്ട് നമുക്ക് ആ സ്നേഹവും നമുക്ക് ആ ആറ്റിറ്റ്യൂഡ്, ദേ സീ ഇറ്റ് ആസ് കൈൻഡ്നെസ്, ദേ സീ ഇറ്റ് ആസ് ഗിവിങ്, ദേ സീ ഇറ്റ് ആസ് കമ്പാഷൻ, ദേ സീ ഇറ്റ് ആസ് ടുഗെദർനെസ്. കുട്ടികളത് കാണും. They see that giving heart. And today's children or people, social emotional capacity way higher ആണ്. അവർ ഓരോ കാര്യങ്ങൾ സോഷ്യൽ ഇമോഷണൽ വി തിങ്ക് ഇറ്റ്സ് നോട്ട്, പക്ഷേ ആക്ച്വലി ദേ ക്യാൻ അബ്സോർബ് വേ മോർ. അവരെ അവയർനെസ്, നമ്മൾ ഈ പ്രായത്തിലുള്ള നമ്മളെ ചിലപ്പോൾ അവയർനെസ്, ചിൽഡ്രൻ വിൽ സർപ്രൈസ് യു അബൌട്ട് അവർക്ക് എത്രത്തോളം അവർക്കൊരു വിഷമം ഉണ്ടെന്നോ ഒരു ആവശ്യം ഉണ്ടെന്നോ അവരെ ആവശ്യം അവർക്ക് എത്ര മനസ്സിലാവുന്നു എന്ന് അവർ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും സർപ്രൈസ് ആവും. ദാറ്റ് കോണ്ടെക്സ്റ്റ് ഹെൽപ്സ് ദം ടു now do things differently and you get to model it. ഒരു ബാധ്യതയല്ല, അത് നമ്മുടെ ഒരു ആവശ്യമായി ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. One value that helps for me personally is curiosity. Curiosity ഉണ്ടെങ്കിൽ നമ്മളിത് ഞാൻ തന്നെ ചോദിക്കും ഇത് എന്തിനാണ്. And being bold to be curious, it's okay to ask. പക്ഷെ പണ്ടതല്ലായിരുന്നു. നീ എന്തിനായി ചോദിക്കുന്നതെന്ന് ചോദിക്കും. Do you know there's a difference between questioning something and doubting something? It's a fine line we never realize. Doubting is എന്തോ കുറവുണ്ട്. എന്തോ കുഴപ്പമില്ല. Question is just a question. There's nothing wrong about it. A question is a desire to understand. But often the person who receives a question, and this will help our marriages, our homes, and a whole lot of things, if we just see questions as questions. But the moment a question comes, we are like, you are asking me because you doubt me, or you doubt my abilities, or you doubt my intention. ശരിക്കും ഒരു ഡൗട്ട് ചെയ്ത് വരുന്ന ഒരാളെ ക്വസ്റ്റ്യനെ നമ്മൾ ട്രൂലി ഒരു ക്വസ്റ്റ്യനായി കാണുമ്പോൾ യു ആർ ആക്ച്വലി റീഡയറക്റ്റിംഗ് ദാറ്റ് ബിഹേവിയർ ടു ക്യൂരിയോസിറ്റി. ഈവൻ നമ്മളെ വാല്യൂ സിസ്റ്റംസ് ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ സംശയിക്കുന്നു എന്നുള്ളത് നമ്മൾ എവിടെ നിന്നോ പഠിക്കുന്നതും കൂടിയാണ്. ഇതൊരു കൾച്ചറൽ കണ്ടീഷനിങ് ആണ്. അതായത് ഒരു മാരേജിൽ ഹേ വേർ വർ യു ടുഡേ ഓർ യു വെന്റ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻ രണ്ട് രീതി കാണാം. യു ഗോയിങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും ചോദിക്കാം. വാവ് ഡിഡ് യു ഹാവ് എ ഗ്രേറ്റ് ടൈം എന്നും ഇതേ ക്വസ്റ്റ്യൻ ധരിക്കാം. അത് നമ്മുടെ ഇതുവരെയുള്ള കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുന്നത്. ആൻഡ് സോ ഡൗട്ട് വേഴ്സസ് ക്വസ്റ്റ്യൻ ഇൻ ചിൽഡ്രൻസ് കോണ്ടെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളിപ്പോൾ ഏതൊരു സിറ്റുവേഷനും ഇഫ് വി ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ക്യൂരിയോസിറ്റി ലെൻസ് വി ക്യാൻ ആക്ച്വലി ഫൈൻഡ് ദി എസെൻസ് ഓഫ് ഡൈസെക്ടിങ് ദാറ്റ് ആൻഡ് ഗിവിംഗ് ന്യൂ മീനിങ് with your child. And you know what's the most beautiful thing? Children, and today if you see Gen Z itself or the younger, they love to be
കോ എക്സ്പ്ലോറേഴ്സ് വിത്ത് യു. They don't want you looking down at them and അവരെ tell, പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പറഞ്ഞു അവര് കൊടുക്കുന്നതിന് അവരുടെ അടുത്ത് ഞാൻ ജീവിതം കണ്ടിട്ടുണ്ട് നിനക്ക് പറഞ്ഞു തരാന്നല്ല, ബാ നമുക്കിതൊക്കെ കണ്ടുപിടിക്കാം, ഈ ലോകം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ ദേ ആർ വില്ലിങ് ടു ലിസൺ. ആൻഡ് അത് തന്നെയാണ് പിള്ളേരെയും കേസിൽ. നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ റീഇമാജിൻ ചെയ്യാനും ഡൈസെക്റ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ പിള്ളേർ നമ്മളെ കൂടെ വരും. അപ്പോൾ അവർ ഈ കാണുന്ന ഓരോ കാര്യത്തിലും പേരൻസിനെ ഒരു പാർട്ട്ണറായിട്ടാണ് പിന്നെ അവർ കാണുന്നത്. കറക്റ്റ്. നമ്മുടെ കോർ ബിലീഫ്സ് ആസ് പേരൻസ്, അവിടെയാണ് വർക്ക് ഹാസ് ടു ഹാപ്പൻ. കോർ ബിലീഫ് ഈസ്, ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ സാധനങ്ങൾ. ഈ തലമുറ ഇസ് നോട്ട് എ ഡിസ്ട്രോയിഡ് ജനറേഷൻ വെർ ദേ ഹാവ് നോ സോഷ്യൽ, നോ ഇമോഷണൽ, നോ ഫിസിക്കൽ, നോ കോഗ്നിറ്റീവ്. നോ, ദീസ് തിങ്സ് ആർ ദെയർ. അതിൻ്റെ രൂപം എന്തെന്ന് നമുക്ക് ഒത്തു കണ്ടെത്താം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഹെൽപ്സ്. വി ബിലീവ് ദാറ്റ് കുട്ടികൾ mean the best. We believe that as a family we can become the best. And that exploration നമ്മൾ ഒത്തു ചെയ്യുന്ന ആ കോർ ബിലീഫില്ലേ, ആ കോർ ബിലീഫിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും സാഹചര്യങ്ങളെ നേരിടുന്ന ഒത്തു ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടൊരു ഒബ്സർവ് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് പണ്ടത്തെ തലമുറ അവരുടെ ലേണിംഗ് ടൈം ഇച്ചിരി ഭയങ്കര സ്ലോ ആയിരുന്നു. അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണമെങ്കിൽ അവരുടെ ആക്സസ് കുറവാണ്. അപ്പോൾ ലൈബ്രറിയിൽ പോകണം, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു തരണം. പക്ഷേ ഇന്നത്തെ തലമുറ നോക്കുമ്പോൾ ലൈക്ക് എല്ലാ കുട്ടികളുടെയും മൊബൈലുണ്ട്, അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ടെക്നോളജി കൂടെയുള്ള ഇൻഫർമേഷൻ അവരുടെ അകത്ത് കയറുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. ആ സ്ക്രീൻ ടൈം അത് അവരെ എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കും? നമ്മൾ പല കോൺവെർസേഷൻസിലും ഇന്ന് നമ്മൾ ഈ ഡോപ്പമീൻ ഹിറ്റിനെ പറ്റി പറയും. അതായത് ഡോപ്പമീൻ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ബ്രെയിനിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് വരും, ഒരു റിവാർഡ് വരും. അതിനെ കണ്ടുപിടിച്ച് എഞ്ചിനീയർ ചെയ്തുണ്ടാക്കിയ സാധനങ്ങളാണ് ഷുഗർ, അല്ലെങ്കിൽ ചില സാധനങ്ങൾ. ഇത് ടപ്പ് നമുക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് വരും. ഓക്കെ, അപ്പം നമുക്ക് ആ ഫീലിംഗ് നമുക്ക് വേണമെന്ന് വരുന്നു. പല അഡിക്ഷൻസും ചില കാര്യങ്ങളും ഇതേ ഒരു മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ സയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഡോപ്പമീൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബ്രെയിൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പല രീതികളിലും അതിനെ നമ്മൾ ഡ്യൂപ്പ് ചെയ്തുള്ള കാര്യങ്ങളാണ്. നമ്മൾ ടെക്നോളജി മുന്നോട്ട് പോയി വരുമ്പോൾ നമുക്ക് ഫീൽ ഗുഡ് തരുന്ന സാധനങ്ങൾ നമ്മൾ കംഫർട്ട് എന്നുള്ള രീതിയിൽ ചെയ്യും. അതിൽ വരുന്ന ഒരു സാധനമാണ് ഈ സ്ക്രീൻ. അതായത് സ്ക്രീനിൽ പ്രത്യേകിച്ച് പിള്ളേർക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്, അവർ ചെറിയൊരു പ്രായം മുതലേ നമുക്ക് സ്ക്രീൻ കാണുക എന്ന് പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റൻറ്റ് റിവാർഡാണ് ബ്രെയിനിന്. ഓക്കെ, കാരണം നമ്മളെ ചുറ്റും കാണുന്ന കളേഴ്സിലും ബ്രൈറ്റർ കളേഴ്സാണ്. നമ്മൾ ചുറ്റും കാണുന്ന സൗണ്ടും ക്ലാരിറ്റിയും അതിനെക്കാട്ടും സ്ട്രോങ്ങറാണ്. സൈക്കോളജിസ്റ്റ് ഇരുന്ന് അനലൈസ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ കോണ്ടന്റ്, ചിൽഡ്രൻസ് കോണ്ടന്റ്. ഇറ്റ്സ് ലൈക്ക് കോക്കെയിൻ ഫോർ കിഡ്സ്. ലിറ്ററലി ലൈക്ക് അത്രയും റിവാർഡ് സിസ്റ്റമാണ് അവർക്ക് ഒറ്റയടിക്ക് അടിച്ച് കയറുന്നത്. അത് ശീലിച്ച് വരുമ്പോൾ അതില്ലാതെ പിന്നെ നമുക്ക് ആങ്കർ വരുന്നു, ദേഷ്യം വരുന്നു, വിഡ്രോവൽ സിംറ്റംസ് വരുന്നു. നമ്മുടെ ഒരു ഡ്രഗ് വിഡ്രോവൽ പോലെ കുട്ടികൾക്ക് അതായി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്ട്രീം ഭാഗം. പക്ഷേ ഏതൊരു കാര്യവും നമ്മൾ ബാലൻസ് ചെയ്താൽ നമുക്കത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ലൈഫിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ. അതായത് നമ്മളിപ്പോൾ കംഫർട്ടായി, കാറായി, നമുക്ക് എല്ലാവർക്കും സ്വന്തം വണ്ടിയായി എന്ന് വന്നപ്പോൾ നമ്മൾ ജിമ്മിൽ പോകേണ്ട ആവശ്യം വരുന്നു. അതെ, പണ്ട് എത്രയോ കഷ്ടപ്പെട്ട് ടെക്നോളജി വന്ന് ഉണ്ടാക്കിയ സാധനമാണ്. ഇന്ന് യു സ്റ്റിൽ, കാരണം ആ ബോഡിക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ സ്ക്രീനിലും നമ്മൾ ഇത്രയും റിവാർഡ് കിട്ടുന്ന ഒരു സാധനം ആകുമ്പോൾ ഇനി അത് എങ്ങനെ ഗുണത്തിനായി മാനേജ് ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നോക്കുക. ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ബാലൻസ് ചെയ്യുന്നതിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വളർന്നു വന്ന കാലത്ത് നമ്മൾ ടി വി വീട്ടിലൊരു ഭാഗത്തായിരിക്കും ടി വി വെക്കുക. അതിന് ടി വി നമ്മൾ അവിടെ ഫുഡൊക്കെ എടുത്ത് ചില വീടുകളിൽ ഫുഡില്ല, ഒരു ടി വി ടൈം എന്ന് പറയുന്ന സമയത്ത് ദൂരദർശനിൽ ന്യൂസ് വരുന്ന സമയത്തൊക്കെ ആയിരിക്കും അവിടെ ഇരുന്ന് നമ്മൾ കാണുന്നത്. മീഡിയ എന്ന് പറയുന്നത് ഇപ്പം വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് വാവ് ഫീലിംഗ് വരുന്ന ഒരു സാധനമാണ് ഈ കയ്യിലെല്ലാവർക്കും ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ പിള്ളേർക്ക് ഈ സാധനം നമ്മൾ കയ്യിൽ കൊടുക്കുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്ന ഇസ് കീ. ഓക്കെ, അപ്പോൾ അതിലൊരു ഭാഗം എന്ന് പറയുന്നത് പേരൻസായിട്ട് തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിള്ളേരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. പിള്ളേർക്ക് പെപ്പ അഡിക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ കോക്കോമെലൻ അഡിക്ഷൻ ആണെങ്കിൽ, നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് ആണ് അഡിക്ഷൻ. ഐ തിങ്ക് ഇതിൽ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചിൽഡ്രൻ്റെ ഒരു നാച്ചുറൽ ബിഹേവിയറാണ് ഇമിറ്റേഷൻ. കുട്ടികൾ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ അവർ പഠിക്കുന്നത് മൊത്തം ഇമിറ്റേഷനാണ്. ഓക്കെ, അവർ സ്ട്രേറ്റ് ബിഹേവിയർ കോപ്പി ജസ്റ്റ് ഇമിറ്റേറ്റ്. അതാണ് നാച്ചുറൽ ബിഹേവിയർ. മമ്മ എന്ന് അമ്മ പറയുമ്പോൾ കുട്ടി മമ്മ എന്ന് പറയും.
എവറിത്തിങ് അവർ ഇമിറ്റേഷൻ ത്രൂ ആണ് ലേണിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഭയങ്കര ഫാസ്റ്റ് എന്ത് വേഗം സ്ക്രീൻ പഠിച്ചു, നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തതാണ് കുട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ എല്ലാ കാര്യവും കുട്ടി ഇമിറ്റേറ്റ് ചെയ്താണ് ഈ പഠിക്കുന്നത്. ഹൗ ആർ ബ്രെയിൻ ഷുഡ് വർക്ക് അറൗണ്ട് ദിസ് ഈസ് വി ഹാവ് ടു പ്ലേസ് വാല്യൂ. അതായത് നമ്മൾ കറക്റ്റായ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് വാവ്, നമുക്കിന്ന് വെളിയിൽ പോയി നല്ല എൻജോയ്, നമ്മൾ കളിച്ചല്ലേ, എന്ത് രസമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വെളിയിൽ പോയി നമ്മൾ കുറേ ഫ്രണ്ട്സിനെ കണ്ട് എന്ത് രസമായിരുന്നല്ലേ, നമ്മൾ സംസാരിച്ചു. അത് ശരിക്കും നമ്മളെ ജീവിതശൈലിയാക്കുക. സോഷ്യൽ ഇൻട്രാക്ഷൻസ് ജീവിതശൈലിയാക്കുക. ഫിസിക്കലി വെളിയിൽ പോകുന്നത് ജീവിതശൈലിയാക്കുക. സ്പോർട്സ് കളിക്കുന്നത് ജീവിതശൈലിയാക്കുക. വീട്ടിൽ തന്നെ ഒരു ഓർഡർ, നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് വാവ് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇത് കഴിക്കാമല്ലോ അല്ലേ, ഇന്ന് എന്താണ് ഉണ്ടാക്കിയത്, അന്നത്തെ ഫുഡിനെ പറ്റി ഒരു ചർച്ച. അന്ന് പല പേരൻസ് എൻ്റെ അടുത്ത് പറയും, കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്നും പറയുന്നില്ല നമ്മളെ അടുത്ത്, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്ന് പറയും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ അന്ന് ഓഫീസിൽ നടന്ന എത്ര കാര്യം കുട്ടിയെടുത്ത് പറഞ്ഞു? നമ്മളെ ജീവിതത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും സെലിബ്രേഷൻസും ആഘോഷങ്ങളും ബന്ധങ്ങളെപ്പറ്റി നമുക്ക് പറയാൻ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നല്ല, അവർ വളരെയധികം മനസ്സിലാവും. ദേ വിൽ ബി പാർട്ട് ഓഫ് യുവർ വേൾഡ്. അവർ നിങ്ങളെ ലോകത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് പേരൻസ് ചിന്തിക്കുന്നത് എന്റെ ജീവിതം മൊത്തം പ്രാരാബ്ദം മാത്രമേ ഉള്ളൂ, എന്റെ കുട്ടി അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാതിരിക്കും. പക്ഷെ children love to be part of that real world. See, there's different from child friendly things and childish things. ഇന്നത്തെ ലോകത്ത് today's children don't like childish things. It's important to make it child friendly, which means it has to be safe. There are certain things children don't need to know early. There are certain things that are too big for children. Often children don't like you. They don't like that. So many kids they grow out of it so fast. Cringe. They grow out of it very fast. Appo when you come and tell them, hey, how was my day, and we talk and mom talks, trust me, കുട്ടിയും പറയും എൻ്റെ സ്കൂളിൽ ഇങ്ങനെ നടന്നല്ലോ എന്ന് ഇങ്ങോട്ട് പറയും. പറയുമ്പോൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിലും കാര്യമുണ്ട്. ഓക്കെ, ഓ അങ്ങനെയാണോ, ഓ ഏത് ഫ്രണ്ടിൻ്റെ അടുത്തിരുന്നു, അത് ശരി, പിന്നെ ആ ഫ്രണ്ടിൻ്റെ എന്തായിരുന്നു, അവരെ എന്ത് പറഞ്ഞു ഫ്രണ്ട്, അത് ശരി, ഓ അവരെ വീട്ടിൽ എന്താണ് ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചു, ആ ഗെയിമിൽ എന്താണ് ഉണ്ടാക്കിയത്. ഇതിലും നമ്മളെ പഴയ ജഡ്ജ്മെൻറ്റ് വരും. എൻ്റെ ഫ്രണ്ട് പുതിയ ഫോൺ വാങ്ങിച്ചു, അപ്പോഴേക്കും ഈ ഫോൺ തന്നല്ലോ, ഇനി വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. നമ്മുടെ ഈ ജഡ്ജ്മെൻറ്റ്സും ഇതെല്ലാം നമ്മളകത്ത് ഇങ്ങനെ ബ്രൂ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതിനെ നമ്മൾ എത്രത്തോളം റെഗുലേറ്റ് ചെയ്ത് ഓക്കെ അതിൽ നമ്മൾ അതിനെ റീഡയറക്റ്റ് ചെയ്തൊരു റൈറ്റ് വാല്യൂ പോയിന്റിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ കുട്ടി ഈസ് ഗോണ സീ യു ആസ് പാർട്ട് ഓഫ് ദെയർ വേൾഡ്. ലെറ്റ് മീ ടെൽ യു മോർ അബൌട്ട് മൈ വേൾഡ്. കാരണം ആ സോഷ്യൽ ആവശ്യം ബേസിക്കലി ഏതൊരു കുട്ടിക്കും പാരൻ്റ് അക്സെപ്റ്റൻസ്, പാരൻറ്റിൻ്റെ റിവാർഡ് സിസ്റ്റം ഇസ് നാച്ചുറലി എ നീഡ്. ദേ വാണ്ട് ഇറ്റ്. എൻ്റെ മോൻ, ഞാൻ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും. അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ മോനെ വന്നു അപ്പം അവൻ തിരിച്ചു പോകും. വീണ്ടും ഇതുപോലെ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവനോട് നോക്കിയിട്ട് പതുക്കെ വരും. അപ്പം ഞാൻ ഫോൺ ഓഫാക്കി വെച്ച് വീണ്ടും അപ്പം അവൻ ഇരിക്കവിടെ. പിന്നീട് ഞാൻ ഐഫോണിൻ്റെ വാൾപേപ്പറിൽ നമുക്ക് സോളാർ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് എല്ലാ സാറ്റലൈറ്റ്സും നമുക്ക് അതിനകത്ത് വാൾപേപ്പറായിട്ട് ഇടാൻ പറ്റും. ഇവന് ഇത് കാണുമ്പോൾ ഇത് എർത്ത് എർത്തൊക്കെ അവനറിയാം. അപ്പം ഇത് നോക്കിയിട്ട് എർത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള വാൾപേപ്പേഴ്സ് ഇട്ട് കാണിച്ചു കൊടുത്തു. ഓക്കെ ഇത് അപ്പോൾ കംപ്ലീറ്റ് സോളാർ സിസ്റ്റം അങ്ങ് പഠിച്ചു. പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഇതാന്ന് പറഞ്ഞു കൊടുത്തേ. മൂൺ കാണുമ്പോൾ പറയും നമുക്ക് മൂൺ കാണാം. അവനെ ഫോൺ വെച്ചിട്ട് അവനെ എടുത്ത് പുറത്തു കൊണ്ടുപോയി മൂൺ കാണിക്കും. ഇതാണ് അത്. ഞാൻ ഇന്റൻഷനലി ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇതൊന്ന് മാറ്റി അവന് യഥാർത്ഥത്തിൽ ഇങ്ങനെ സാധനം ഉണ്ട്, ഇല്ലെങ്കിൽ അവർ വിചാരിക്കും ഇതൊക്കെ ഫോണിലുള്ള സാധനം, യഥാർത്ഥ സോളാർ സിസ്റ്റം ഇല്ല എന്നൊക്കെ വിചാരിച്ചാലോ. അപ്പം ഞാൻ കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണിൽ ഒരു സാധനം കാണിക്കുന്നുണ്ട്, ഈവൻ ഒരു ടോയ് ആണെങ്കിൽ പോലും ഫോണിൽ മോനെ G-Wagon ഇതാണ് വീഡിയോ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവനിങ്ങനെ നോക്കിയിരിക്കുക, എൻ്റെ ഉള്ള പോലത്തെ. അപ്പോൾ അവന് മനസ്സിലായി ഇത് അതാന്ന് മനസ്സിലായി. എന്താ യഥാർത്ഥത്തിൽ ഇതിൽ ടോയ് എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ കിട്ടും. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ. ഐ തിങ്ക് ഈ കണക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ദാറ്റ്സ് എ കീ പീസ്. പിള്ളേർക്ക് റിയൽ വേൾഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്
നമ്മൾ കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർക്ക് ഭയങ്കര റിവാർഡിങ് ആണ്. നമ്മൾ റിവാർഡ് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ ടൈം നമ്മളൊരു കോമ്പറ്റീഷനായിട്ട് കാണുക. സ്ക്രീൻ ഈസ് ഇൻട്രസ്റ്റിംഗ്, പക്ഷേ നമ്മളെ നാച്ചുറലായിട്ടുള്ള സോഷ്യൽ കണക്ഷൻ, കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള കണക്ഷൻ, ഫിസിക്കൽ ബോഡി ആയിട്ടുള്ള കണക്ഷൻ, ഇത് നമുക്ക് എങ്ങനെ ഒരു എൻഗേജിങ് രീതിയിൽ കുട്ടിക്ക് ഒപ്പോ ഇതിനെക്കാട്ടും ബെറ്ററായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആക്കാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് സോ കോംപ്ലിക്കേറ്റഡ് ഓണസ്റ്റ്ലി. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് തിങ്സ് ടു ഡു, നമ്മൾ ആക്ച്വലി ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മളെ പേട്രിയാർക്കി കൾച്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മറന്നുപോയ ഒരു സിമ്പിൾ സാധനമാണ്. പിള്ളേരെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്താൽ മതി. അതെ, സിമ്പിൾ തിങ്സ്, പോയി സാധനം വാങ്ങിക്കുന്നത്, കുക്ക് ചെയ്യുന്നത്. അഥവാ നിങ്ങൾ ഈ സ്വിഗ്ഗി ചെയ്താണ് ഈ വരുത്തുന്നതെങ്കിൽ ആ സ്വിഗ്ഗി ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ. എത്ര എണ്ണം ഉണ്ട്, ഇനി എന്ത് വാങ്ങണം, എത്ര എണ്ണം വേണം, എത്ര ദിവസത്തേക്ക് ഇനി വേണം. ഇതിൽ കുട്ടി കണക്ക് പഠിക്കും, കുടുംബം പഠിക്കും, ഇതിൻ്റെ കുക്കിങ്ങും കാര്യത്തിലും ഇൻവോൾവ്. അവർക്കും ഒരു ടാസ്ക് കൊടുത്ത് ഹൗ മെനി ഡു യു തിങ്ക് വി ഷുഡ് ബൈ. നമ്മൾ എത്ര ബേസിക്കലി കുട്ടിയാണെന്ന് പറഞ്ഞവരെ അയ്യോ അവർ കുട്ടിയല്ലേ, അവൻ കുഞ്ഞല്ലേ, അവനെ ഇത് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. അവരെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സാധനം അടിപൊളിയായിട്ട് വരും, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും അവരുടെ ഒരു സ്കില്ല്. ഇപ്പം ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ടേബിളിൽ വീണ് കിടക്കുന്ന ബാക്കിയുള്ള ഫുഡ് ഇവൻ കഴിക്കുമ്പോൾ ഞാൻ അവനോട് പറയും, മോനെ എടാ പോയി ആ ഡസ്റ്റ് പാനും ഇതെടുത്തിട്ട് വേണം. അവൻ എപ്പോഴേ പോയി അതെടുത്തോണ്ടൊന്ന് ഇരുന്നിട്ട് എന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ ചെയ്യാം ഞാൻ ഹെൽപ്പ് ചെയ്യാം, അങ്ങോട്ട് നീക്കി വെച്ചാൽ നീ എടുത്തു. അപ്പോൾ അവൻ ഇതെല്ലാം കൊണ്ട് കളഞ്ഞ് സെറ്റ്, അവൻ എന്തോ വലിയ ജോലി ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ്. ഡോപ്പമിൻ റിലീസ് അങ്ങനെയായിരുന്നു പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഡോപ്പമിൻ കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ അവിടെ വീട് തൂക്കുന്ന സമയത്ത് ചൂലെടുത്തിട്ട് വന്ന് അവനും ചെയ്യും, തുണിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവനും കൊണ്ടുപോകും. അത് എൻ്റെ വൈഫും അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുക. ഇപ്പം അവൻ്റെ ഡ്രസ്സസ് എല്ലാം വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ബാസ്ക്കറ്റ് അങ്ങോട്ട് കൊണ്ടുവന്ന അവൾ കൊണ്ടുപോകും, തിരിച്ച് അവന് കൊടുത്തു വിടും. ഇത് കൊണ്ട് തിരിച്ചു വെക്ക്, അവൻ തിരിച്ചു കൊണ്ടുപോകും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇവരെല്ലാം വളർന്നു വരുന്നത് ഒരു കുടുംബം നോക്കാനും മറ്റൊരു ഫാമിലിയുടെ പാർട്ടായിട്ടും വരും. ചില ഫാമിലീസിലൊക്കെ അവർ 10-20-30 വയസ്സ് വരെ ഒരു ഡിസിഷൻ എടുക്കാൻ പേരൻസ് അവരെ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയും, നീ നാളെ തൊട്ട് ഒരു കല്യാണം കഴിച്ചിട്ട് നീ ഇല്ല ഡിസിഷൻ നീ നാളെ തൊട്ട് എടുക്കണം. പക്ഷേ ഇവിടെ ഈ ചെയ്യുന്നതാണ് ആക്ച്വലി കറക്റ്റ്. കുട്ടികൾക്ക് തോന്നണം നമ്മുടെ പേരൻസ് എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുന്നു എന്നൊരു സാധനം വന്നു കഴിയുമ്പോൾ അവരുടെ ആ ഒരു വളർച്ച ഭയങ്കരമായിരിക്കും. മാത്രമല്ല ഐ തിങ്ക് പ്രീവിയസ് ജനറേഷൻ ഏറ്റെടുത്ത ഒരു അൺഫെയർ ലോഡ് വാസ് അവർ നമ്മളെ കുട്ടികൾ തെറ്റ് ചെയ്തു പോകരുതെന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരാവത് ശ്രമിച്ചു. അത് അവരെ കാലഘട്ടത്തിൻ്റെ കാരണമാകാം. ആ കാലഘട്ടത്തിൽ നമുക്ക് ഈ കാസ്റ്റ് സിസ്റ്റവും എല്ലാ കാര്യങ്ങളും ഒരു ജോലിയിൽ നിന്ന് കണ്ടുപിടിക്കാനോ എല്ലാം ഒരു എസ്കേപ്പ് ചെയ്ത് വേണം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു മിക്കവരെയും സത്യാവസ്ഥ. അപ്പോൾ ഒരു തെറ്റ് പറ്റിപ്പോയാൽ എൻ്റെ കുട്ടി എത്തേണ്ടടുത്ത് എത്താതെ ആയി പോകുമോ, ഈ സിസ്റ്റത്തിന് അടിമയായി പോകുമോ, വളരാതായി പോകുമോ എന്നായിരുന്നു അന്നത്തെ ആവശ്യം. അവരെ മാതാപിതാക്കൾ അങ്ങനെ അത് ചെയ്ത് അവരെ വളർത്തിയപ്പോൾ അവരതേപോലെ അവരുടെ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. പക്ഷെ ഇന്നത്തെ കാലത്തിൽ അതല്ല. ഇന്നത്തെ കാലത്ത് വീഴുന്നിടത്തുനിന്ന് എണീച്ച് പുതിയൊരു കാര്യം ചെയ്യാനുള്ള കരുത്തും ഏതൊരു സാഹചര്യത്തിലും അതിനെ ഇറ്റ്സ് ഓക്കെ, ഒരു ഫെയിലിയറായി അതിൽ നിന്ന് എന്ത് എനിക്ക് പഠിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം എന്ന് പറയുന്നതാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന ലോകം എന്താണെന്ന് ഒരു ക്ലൂ ഇല്ല നമുക്ക്. മനസ്സിലായില്ലേ? എന്നാൽ ഈ ബേസിക് കറേജ്, നമ്മൾ ഓരോ അവസ്ഥകളെ കാണാനുള്ള കരുത്ത്. അനദർ തിങ് ഈസ് കുട്ടികൾ ഇമിറ്റേറ്റേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആസ് സ്മോൾ ആസ് മുഖഭാവം. അപ്പോൾ ദാറ്റ്സ് വൈ ഇൻ ദ ബിഗിനിങ് ഐ സെഡ് ഹൗ വി ബിലീവ് തിങ്സ് ആർ മാറ്റേഴ്സ്. കാരണം യു മേ സേ സംതിങ് ബട്ട് ഇഫ് യു ബിലീവ് സംതിങ് എൽസ് ദ ചൈൽഡ് ക്യാൻ സീ ഇറ്റ്. ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും വിശ്വസിച്ചാൽ കുട്ടി അത് കാണും. ഈ പണ്ടത്തെ കാലത്ത് എല്ലാവരും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, നീ ഡോക്ടറായാൽ മതി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നൊരു സൊസൈറ്റി ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എല്ലാ ടൈപ്പ് ജോലികളും ചെയ്യാൻ കുട്ടികൾ റെഡിയാണ്. അവരുടെ സ്കില്ലുകൾ. അപ്പം കുട്ടിക്കാലത്തെ തന്നെ ആസ് പേരൻസ് നമുക്ക് എങ്ങനെ അവരുടെ കഴിവ് അല്ലെങ്കിൽ ഇവർക്ക് ഭാവിയിൽ ഇതായി തീരാനുള്ള പൊട്ടൻഷ്യലുണ്ട്, ആ പൊട്ടൻഷ്യൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിലോട്ട് എങ്ങനെ ചാനലൈസ് ചെയ്ത് വിടാം, അതൊരു പേരൻസിന് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇറ്റ്സ് ട്രൂ, നമ്മൾ കുട്ടികളെ വാർത്തെടുക്കാം എന്നുള്ളതും ശരിയാണ്. പക്ഷേ ദാറ്റ്സ് എ സേയിങ് ദാറ്റ് സേസ് ചിൽഡ്രൻ ആർ ഫ്രം യു ബട്ട് ദേ ആർ നോട്ട് ഓഫ് യു, വിച്ച് മീൻസ് ദേ ഹാവ് ദെയർ ഓൺ ബീയിങ്. അല്ലേ? വി ക്യാൻ പ്രൊവൈഡ് ഗൈഡൻസ്, വി ക്യാൻ പ്രൊവൈഡ് situations and support, but what they become, we have to believe that children have in them. അവരിൽ തന്നെ
അവരെന്താകണം, അല്ലെങ്കിൽ അവരെന്ത് ഈ വരാൻ പോകുന്ന ലോകത്തിൽ എന്ത് അവർ ചൂസ് ചെയ്യണം, അവരെന്ത് ഈ വരാൻ പോകുന്ന ലോകത്തിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് അവരിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതായത് നിസ്സഹായമായ ഒരു കുട്ടിക്ക് ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും എടുത്ത് കൊടുക്കട്ടെ അല്ല, പക്ഷേ ഈ കുട്ടിയിൽ തന്നെ വളരെയധികം ബ്യൂട്ടിയും വാല്യൂവും ക്രിയേറ്റ് ചെയ്യാൻ, ഓരോ നല്ല കാര്യങ്ങൾ ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും അതിനുള്ള കരുത്തും അതിനുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഈ കുട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ഇതങ്ങ് ഇല്ലാതായി നശിച്ചു പോകും. പക്ഷെ ആ സ്ഥലത്തിൽ നിന്ന് വരുന്നത് നമ്മൾ കൊച്ചിലെ മുതലേ കുട്ടികൾക്ക് ഓരോ സാഹചര്യങ്ങളിലും അവർ നേരിടുന്ന കാര്യം അവരെങ്ങനെ ചിന്തിക്കുന്നു, ആ ചിന്തയിലൊരു ഭാഗമാകുന്നു, ഒരു കോൺവെർസേഷൻ ആകുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നു, ഒന്ന് കുക്ക് ചെയ്യുന്നു, ഒരു കാര്യം ഉണ്ടാക്കുന്നു, ഒരു പുതിയ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മേജർ ലൈഫ് ഇവൻറ്റ്സ് ചിലപ്പോൾ ആസ് എ ഫാമിലി നമ്മൾ നേരിടാം. ഒരു പുതിയ സിറ്റിയിലോട്ട് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ തന്നെ നമ്മൾ ഒരു വീടിൽ നിന്ന് വേറെ വീട്ടിലോട്ട് മൂവ് ചെയ്യുന്നു, റിനോവേഷൻ ചെയ്യുന്നു. ഇതുപോലത്തെ ഓരോ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, ഓരോരുത്തർക്കും വ്യക്തിപരമായ അവരെ ആവശ്യങ്ങൾ എത്രത്തോളം നമ്മൾ അതിന് ഒരു ഡിസ്കഷനുണ്ട്. ആ ഡിസ്കഷനിൽ ചിലപ്പം സാമ്പത്തികമായി നമുക്ക് ഉള്ള കൺസ്ട്രെയിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം, നമുക്ക് ആഗ്രഹങ്ങളുള്ള ഡിസ്കസ് ചെയ്യാം, വർക്കിൻ്റെ ആവശ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, പ്രായോഗികമായിട്ട് അവിടെ ആവശ്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻസ്. ഇതിലെല്ലാം കുട്ടികൾ ഈ സ്കിൽസ് പഠിക്കുകയാണ്. എങ്ങനെ കാര്യങ്ങൾ ആനലൈസ് ചെയ്യാം, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം, ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വരുന്ന ഔട്ട്കം എന്ത്, ആ ഔട്ട്കം കണ്ട് നമ്മൾ പിന്നെയും വി റിപ്പീറ്റ് ദ പ്രോസസ്സ്. അതായത് നമ്മൾ വീട്ടിലോട്ട് നീങ്ങി ഇതപ്പോൾ ഒരു സ്പേസ് എടുത്തു, ഒരു കാര്യം സെറ്റ് ചെയ്തു, ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ആക്ച്വലി ഇവിടെ ഇതൊരു പ്രശ്നമാണ്, നമുക്കിത് മാറ്റിയാലോ, ചേഞ്ച് ചെയ്യാനുള്ള നമ്മളെ വില്ലിങ്നെസ്, ഈ കാര്യങ്ങളെല്ലാം ലൈഫ് സ്കിൽസ് കുട്ടി കാണുന്നു. അവരെ അതിൻ്റെ ഭാഗം എത്രത്തോളം നമ്മളാക്കുന്നു. വാട്ട് ഡു യു തിങ്ക്, അല്ലെ നിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ കുട്ടിയോട് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു കാര്യമാണ് റെസ്പെക്റ്റ്. അവർക്ക് ചിലപ്പോൾ ഒരു വ്യൂ ഉണ്ടാവും, അവരെ വ്യൂവിനെ നമ്മൾ ഇതൊക്കെ നിനക്ക് അറിഞ്ഞുകൂടാ, ജീവിതം അറിഞ്ഞുകൂടാ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ കുട്ടിയുടെ അടുത്ത് നമ്മളത് പറയില്ല. പക്ഷെ കുട്ടി വാട്ട് ഡു യു തിങ്ക് എന്ന് പറയുകയും അവർക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും, ഒരു വാളിൻ്റെ കളറോ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിന് വേണ്ടി നമ്മൾ എത്രത്തോളം ആ കുട്ടിയെടുത്ത് സംസാരിച്ചു. ഓരോ പ്രാവശ്യം വീടുമ്പോൾ നിൻ്റെ വാൾ എവിടെയാ, അല്ലെങ്കിൽ ആ ബ്രോഷർ നോക്കുമ്പോൾ നിൻ്റെ കളർ നീ ചൂസ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ അത് വലിയ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ചെറിയ അവരുടെ ടേബിളിൽ നിനക്ക് ഏത് ലൈറ്റാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് കോസ്റ്റ് മണി. പക്ഷെ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ഭയങ്കരമായിരിക്കും. നമുക്ക് അവരെ ആ വ്യക്തിപരമായ ആ കുട്ടിയുടെ ചിന്തയോടും അവർക്ക് ലോകത്തെ കാണുന്നതും അവരോരോന്നും ചെയ്യുന്നതിനോട് നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് കാണുന്നതിൽ ആ കുട്ടി ഓരോ അവസ്ഥയും ഇനി മുന്നോട്ട് കാണുമ്പം അവരതിന് ചിന്തിക്കും. ഈ ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്നതും സ്കിൽസ് കൊടുക്കുന്നതുമാണ് ഇനി വരാൻ പോകുന്ന ലോകത്തിൽ ഇമ്പോർട്ടൻറ്റ്. ഇന്നേ നമ്മൾ ഇന്ന ഒരു പ്രൊഫഷന് വേണ്ടി റെഡി ആവുക എന്ന് പറയുന്നത് വൺ കരിയർ ലൈഫ് ഓർ ദ വൺ കരിയർ പാത്ത് ഇസ് എ മിത്ത്. ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് എനിമോർ. കാരണം ഈവൻ നമ്മൾ NEP വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇൻ ദ വേൾഡ്, യു ക്യാൻ ഹാവ് ക്രെഡിറ്റ്സ് ഇൻ ഇക്കണോമിക്സ് ആൻഡ് ദെൻ യു ക്യാൻ ഹാവ് എ ഹോൾ ബഞ്ച് ഓഫ് ക്രെഡിറ്റ്സ് ഇൻ ലോ ആൻഡ് ദെൻ യു ക്യാൻ ഹാവ് എ ഹോൾ ബഞ്ച് ഓഫ് ക്രെഡിറ്റ്സ് ഇൻ സയൻസ്. നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് ഞാനിപ്പോൾ നമ്മളെ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ വി ഓൾവേസ് ലുക്ക് ഫോർ ആ ടീച്ചർ എന്തിനാ നിങ്ങൾ ടീച്ചിങ്ങിലോട്ട് വന്നത്, വേറെ ഏതൊക്കെ സ്കിൽസ് ഉണ്ട്. ഓഫൺ ഈ എഡ്യൂക്കേറ്റർ വിൽ ത്രൈവ് ഇൻ എ യുണീക്ക് വേ. അവർക്ക് യുണീക്കായ ഓരോ കാര്യങ്ങളാണ് ഓരോ വ്യക്തി. ഇനി വരാൻ പോകുന്ന ലോകത്തിൽ അത് വി ആർ മൂവിങ് ഇൻ ടു എ വേൾഡ് ദാറ്റ് ഈസ് ഹൈപ്പർ സ്പെസിഫിക് ആൻഡ് ഹൈപ്പർ പേഴ്സണലൈസ്ഡ്. അതായത് വളരെ സ്പെസിഫിക്കായ ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ടാക്കാനും ഓരോരുത്തർക്കും വളരെ സ്പെസിഫിക്കായ ആവശ്യങ്ങളുമുള്ള ഒരു ലോകത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബിസിനസ്സുകൾ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതും ജോലികളും ജോബ് ഡിസ്ക്രിപ്ഷൻസും ടീംസ് എവ്രിതിങ് ഇസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ സ്പെഷ്യലൈസ്ഡ്. അപ്പോൾ ഓരോ സാഹചര്യത്തിൽ ഈ കുട്ടി ഓരോന്ന് പഠിക്കുന്നു, ഗ്രേറ്റ്, നമ്മൾ അപ്രീഷിയേറ്റ്, വാവ് ദാറ്റ്സ് അപ്രീഷിയേറ്റിംഗ് ഇസ് എ ബിഗ് സ്കിൽ. നമ്മൾ പേരൻസായി പഠിക്കേണ്ടത് ഓരോ കാര്യങ്ങൾ കണ്ട് നോട്ടീസ് ചെയ്ത്, ഹേ നീ അങ്ങനെ അവിടെ പോയപ്പോൾ ആ കുട്ടിക്ക് വയ്യായിരുന്നു, നീ ആ കുട്ടിയുടെ അടുത്ത് ഹൗ ആർ യു എന്ന് ചോദിച്ചല്ലേ, ഐ റിയലി അപ്രീഷിയേറ്റഡ് ദാറ്റ്. അല്ല ഈ സാഹചര്യത്തിൽ അമ്മയ്ക്ക് വയ്യായിരുന്നു, ഒരു ടിഷ്യൂ എടുത്ത് കൊണ്ടുവന്നു, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നീ ആ സാധനം കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ദിസ് ഈസ് ഹ്യൂജ്. ദിസ് ചേഞ്ചസ് ആ കുട്ടിയുടെ കോൺഫിഡൻസ്. ദാറ്റ്സ് ലൈക്ക് ഗിവിങ് ഒരു 10x boost dopamine. like life dopamine, like that's the thing we thrive on. And today more than ever before, ഈ kinds of affirmations
ദാറ്റ്സ് ദ ഗൈഡിങ് ഫോഴ്സ്. അത് നമ്മളൊരു പേരൻ്റായി കുട്ടികൾക്ക് എവിടെ, ആൻഡ് ഓരോ പേഴ്സണും ദർ ഇസ് എ ലിറ്റിൽ കീ ഓഫ് വാട്ട് ദേ വാണ്ട്. ചില കുട്ടികൾക്ക് അത് റീസെർച്ച് ചെയ്ത് അവർ കോഗ്നിറ്റീവ് ഒരു മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികൾക്ക് മേ ബി ഇറ്റ് ഇസ് ടെലിംഗ് ദം ദാറ്റ് വാസ് എ ഗുഡ് തിങ്, നീ കണ്ടുപിടിച്ചു, നീ ചെയ്തു. ഒരു കോഗ്നിറ്റീവ് ലെവലിലായിരിക്കാം അവരെ റിവാർഡ്. വേറൊരു കുട്ടി കിനസ്തെറ്റിക് ആയിരിക്കും, ഓടുന്നു, ചാടുന്നു, പിടിക്കുന്നു. നീ അവിടെ ഈ കാര്യങ്ങളൊക്കെ ഒരു 10 സാധനം കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ചെയ്ത് തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ കുട്ടിക്ക്. അത് ചെയ്ത് തന്നാൽ യു അഫേം ദം. വേറൊരു കുട്ടിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, അമ്മ എന്ത് പറ്റി, അച്ഛൻ എന്താ വരാത്തെ, ദിൽ ആസ്ക് യു. ആ രീതിയിലായിരിക്കും കുട്ടിയെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ കുട്ടിയുടെയും നേച്ചർ ആൻഡ് ഇത് പ്രായം മാറുന്നതനുസരിച്ചും സാഹചര്യം മാറുന്നതനുസരിച്ചും കുട്ടികളുടെ മാറിക്കൊണ്ടിരിക്കും. പേരൻസ് റെഡി ആയിരിക്കണം, പേരൻസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഈഗോ എല്ലാം മാറ്റി വെക്കുക, കുഞ്ഞായിട്ടിരിക്കുക. ഇപ്പം ഒരു കുഞ്ഞു ആയിക്കോട്ടെ, അവൻ 2 വയസ്സോ 10 വയസ്സോ എത്രയായാലും അതിനൊരു വ്യക്തിയായിട്ട് കാണുക, ആ വ്യക്തിക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. അതിനകത്ത് വരുന്ന ദുഃഖവും സന്തോഷവും എല്ലാം എല്ലാവരും ഈക്വലി ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരും കൂടെ ആ കാര്യം മനസ്സിലാക്കി ചിലപ്പോൾ ജീവിക്കും. ഒരു ഫേമസ് മൂവിയുടെ ഒരു ഭയങ്കര ഫേമസ് ഡയലോഗ് ഉണ്ട്, എ പേഴ്സൺ ഇസ് എ പേഴ്സൺ നോ മാറ്റർ ഹൗ സ്മോൾ. I think that's the essence of giving children skills for the world to come. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ നമ്മൾ എംപവർ ചെയ്ത് അവരെ വ്യക്തിയെ കണ്ട് അവർക്ക് ഓരോ സാഹചര്യത്തിലും റൈറ്റ് എൻകറേജ്മെൻറ്റ് കൊടുത്ത് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഇന്ത്യ ഈസ് ദ യങ്ങസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. നമ്മളെ മീഡിയൻ ഏജ് ഇസ് 28 years of age, which means we are the youngest country in the world. നമ്മളെ ലിറ്ററസി സിസ്റ്റം കാരണം most people know English. So the companies of the world are pouring into India at this point. കാരണം അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ഒരു യുഗത്തിൽ. ആ ലോകത്തിലാണ് ഈ പിള്ളേർ ജീവിക്കാൻ പോകുന്നത്. മുൻ തലമുറയിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നവർക്ക് ഇന്ന് ആവശ്യമില്ല. ഏതൊരു കാര്യവും ഏതൊരു സ്കില്ലും ശരിക്കും ആഗ്രഹത്തോടെ പാഷനറ്റായി ചെയ്യുന്ന ഒരാൾക്ക് പൊട്ടൻഷ്യൽ ഇസ് ഹ്യൂജ്. ഇന്ത്യയിലെ ആ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഇസ് ഹ്യൂജ്. ഇന്ന് ഒരു മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളൊരു വലിയൊരു കമ്പനിയാണ്. അപ്പം അവരെന്നോട് പറഞ്ഞൊരു സംഭവമാണ്, സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ബാക്കി എല്ലാവരും നോക്കി നിൽക്കുന്ന 1-2 സ്ഥലങ്ങളേ ഉള്ളൂ, അതിലൊന്ന് ട്രിവാൻഡ്രമാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഭീകരമാണ്. ഇവിടെ വരാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെയാണ്. ഈ തലമുറയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ സ്കിൽസ് നമ്മൾ പിള്ളേർക്ക് ഓരോ സ്കിൽസ് പ്ലേസ് ചെയ്യുന്നു, ഗിവിങ് ദം ദിസ് ഈക്കോ സിസ്റ്റം, അലൗവിങ് ദം ടു. അപ്പോൾ ദർ ഇസ് നോ വൺ ട്രാക്ക് തിങ്. ഓരോ കുട്ടിക്കും അവരുടേതായ എക്സ്പ്രഷനുള്ള രീതികൾ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കാനാണ് ഇഷ്ടം, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക, എവിടെയെങ്കിലും പോയി നമ്മൾ പണ്ട് ഒരു സാധനം എടുത്തിട്ട് എറിഞ്ഞ് നോക്കുക, ഇതുപോലത്തെ ചില കാര്യങ്ങൾ. ഐ വാസ് ലൈക്ക് ദാറ്റ്. ഐ വുഡ് ലവ് മേക്കിംഗ് തിങ്സ് ആൻഡ് ത്രോയിങ് ദം ഓർ സീയിങ് ദം. ഏതോ ഒരു സ്റ്റേജിൽ ഇറ്റ് വാസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ. ആൻഡ് ബട്ട് ടുഡേ ഇഫ് യു സീ വാട്ട് ഐ ഡു, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ഓഫ് ദിസ്. സോ ഈച്ച് സ്റ്റേജിൽ കുട്ടികൾക്ക് അവരവരെ യുണീക്ക് എക്സ്പ്രഷന് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അവർ ചെയ്യാവുന്ന നമ്മുടെ മീൻസിൽ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്ന ആ ഒരു അപ്രിസിയേഷൻ, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ജസ്റ്റ് എൻകറേജ് ചെയ്ത് കുട്ടികൾക്ക് നമ്മൾ അവർ പഠിച്ച ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പം കുട്ടി ചെറിയൊരു സ്പോർട്സ് പഠിച്ചു, ഒരു പുതിയ കളി കളിച്ചു തുടങ്ങി, ഒരു പുതിയ ഫ്രണ്ട് ഉണ്ടാക്കി, അതിലെല്ലാം നമ്മൾ അതിൻ്റെ ഈ നല്ല കാര്യം ചീത്ത കാര്യം പറഞ്ഞ പോലെ അതിലെ നല്ല കാര്യം കണ്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നീ കുറേ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി, ഏത് നേരവും ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ്. സെയിം തിങ് യു ക്യാൻ ഫ്ലിപ്പ് ഇറ്റ് അറൗണ്ട്. നീ ഫ്രണ്ട്സിന് നീ കുറേ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കിയല്ലോ, നല്ല കാര്യമാണ്. അപ്പോഴേക്ക് you're reinforcing the right behavior. Social part is good. അല്ല, അതിലൊരു റെഗുലേഷൻ വരുത്തേണ്ടത് എവിടെയാണെന്നുള്ളത് അത് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുക. ഒരു പാരൻറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും അത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന പാരൻസ് ആണ്, കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, മോഡേൺ ചിന്താഗതി ആയിരിക്കാം. എന്നാൽ പോലും ഈ എല്ലാ സമയവും അവരുടെ കാര്യങ്ങളിലേക്ക് മാത്രം ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ ക്ഷമയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കത്തില്ല നമ്മുടെ പാരൻസ്. നമ്മൾ ഒരു കുഞ്ഞിനോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളാണ്, ചിലപ്പോൾ ഒരു സമയം മനസ്സിലാവണമെന്നില്ല. ഒന്നിൽ കൂടുതൽ ടൈം നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചില സമയത്ത് നമ്മൾ സ്നേഹത്തോടെ പറയും, 2 വാക്കായിരിക്കും സ്നേഹത്തോടെ പറയും, 3ാമത്തെ വാക്കിൽ തെറി വിളിക്കുന്നുണ്ടാവും. That's the reality that നമുക്കും ക്ഷമയും കാര്യങ്ങളും ഓഫൺ നമ്മൾ വീട്ടിൽ വരുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ വിൽ പവർ എല്ലാം എക്സോസ്റ്റായി ആകെ ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നൊരു സമയത്താണ് ഇതുപോലത്തെ പല നമ്മളെ വീട്ടിലെ പ്ലസ് യുവർ
വീട്ടിലെ ഓൾ ആർ ദ ഫോഴ്സസ് ഓഫ് നമ്മളൊരു സോഷ്യൽ ലൈഫിൻ്റെ എല്ലാ ഫോഴ്സും അവിടെ വരികയാണ്. മാരേജ് ആൻഡ് ഫൈനാൻസസ് ആകാം, നമുക്ക് മാരേജിലെ നമ്മളെ ഇമോഷണൽ ബാലൻസ്, ആ നീഡ്, എത്രയോ ആവശ്യങ്ങളാണല്ലേ നമ്മുടെ എല്ലാം. നമ്മുടെയും ഇമോഷണൽ നീഡ്സ് ആർ ലൗഡർ ദാൻ എവർ ബിഫോർ, റൈറ്റ്? നമ്മളതിനെ സപ്രസ് ചെയ്ത് കടിച്ചു പിടിക്കുന്ന ഒരു തലമുറയല്ല. നോട്ട് ലൈക്ക് ഹൗ അവർ പേരൻസ് ഡിഡ്. വി ആർ ഓൾസോ മോർ ഇമോഷണലി അവെയർ ആൻഡ് ഇമോഷണലി എക്സ്പ്രസീവ്. ഞാൻ പറഞ്ഞതുപോലെ കിഡ്സ് സ്റ്റാർട്ട് വെയർ വി ആർ. അപ്പം നമ്മുടെ ഈ ഒരു ലെവൽ ഓഫ് ഇമോഷൻസ് അവർ കാണുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഐ തിങ്ക് നമ്മൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഈസ് ബീയിങ് honest and real. Kids appreciate authenticity. If you're honest and real, നമ്മൾ സ്കൂളിൽ പലപ്പോഴും ആ ടീച്ചേഴ്സ്, now we've got to a place where it's okay for the teacher to say, hey, I'm having a bad day today, so sorry. The line is where we don't put our, because I had a bad day, I'm going to talk to you badly. Because I'm down, I'm going to, no. But that is where we model. പണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഡസ്റ്റർ എടുത്തറിയുമ്പോൾ അറിയാം ടീച്ചർ വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ടാ വന്നേ. So അവിടെയാണ് regulation. So that's where our emotional awareness today helps us to be like, hey, I need a minute. Can you give me a minute or so? And then be like, yeah, talk about it. Yeah, it was a tough day, but hey, I'm going to make the most of it. And you choose to become aware, ground yourself, and then regulate. ഈ കുട്ടി ഇത് കണ്ട് പഠിക്കാൻ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ, നാളെ ഒരു ടോയ്, ഇഷ്ടമുള്ളൊരു ടോയ് വേറൊരു കുട്ടി വീട്ടിൽ വന്നു എടുത്തു, ഇത് വലിയൊരു ഇമോഷനാണ് കുട്ടിക്ക്. അതൊരു ഭയങ്കര വലിയൊരു കാര്യമാണ്. നമ്മൾ ടി വി വേറൊരാളെടുത്തിട്ട് എന്താണ്, ഇറ്റ്സ് ദാറ്റ് ബിഗ്. ഇഫ് വി ആർ റെഗുലേറ്റഡ് വി വുഡ് ബി okay, so you've thought, regulated, grounded, and give a regulated response. ഇത് നമ്മൾ വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തൊരു സ്കില്ലാണ്. ആ സ്കില്ല് കുട്ടിക്ക് നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ കുട്ടി ഈസ് അണ്ടർസ്റ്റാൻഡിങ്. അല്ല, ചില ദിവസങ്ങളിൽ റെഗുലേഷൻ ഇല്ലാതെ വന്നെന്നിരിക്കാം, അന്ന് പോയി സോറി പറയാനുള്ള കരുത്ത് വേണം. ഹേ, ഐ എം സോറി, ഐ റിയലി, ആൻഡ് യു ആർ ഷോയിങ് ദ റൈറ്റ് ബിഹേവിയർ ഇൻ സച്ച് എ സ്ട്രോങ് വേ. ഇത് നമ്മളെ വീടുകളിലൊക്കെ നമ്മളെ മുതിർന്ന ചിൽഡ്രൻ വാച്ച് ഹൗ യു ടോക്ക് ടു യുവർ പേരൻസ്. വെൻ യു സ്ക്രൂ അപ്പ് വിത്ത് യുവർ പേരൻസ്, വെൻ യു ആർ ആംഗ്രി, are you going to your parents saying, hey, sorry, ഞാൻ അത് ഉദ്ദേശിച്ചതല്ല, ഐ റിയലി സ്റ്റിൽ ലവ് യു ആൻഡ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യുന്നത് കുട്ടി കാണും. യു ക്യാൻ ബി റിയൽ, യു ക്യാൻ ലേൺ ടു റെഗുലേറ്റ് ആൻഡ് ടേക്ക് യുവർ ചൈൽഡ് അലോങ് വിത്ത് യു ഇൻ ദാറ്റ് റെഗുലേഷൻ ജേർണി. ദെൻ ദർ ആർ അഡൾട്ട് ലൈൻസ് വി ഹാവ് ടു ബി കെയർഫുൾ ഓഫ്. ബൗണ്ടറീസ്, നമ്മൾ ആസ് ഫാമിലീസ് നമ്മളെ ബൗണ്ടറീസ് പ്രീവിയസ് ജനറേഷനിൽ ഉണ്ടായിരുന്ന ബൗണ്ടറീസ് ഇവോൾവ് ആയ, വി ആർ ആസ് എൻ ഇന്ത്യൻ സൊസൈറ്റി, we are in different places, moving from collectivistic values to individualistic values depending on our exposure. അതായത് കൂട്ടുകുടുംബ സമ്പ്രദായങ്ങൾ, ആ രീതികൾ, ചടങ്ങുകൾ, ഒത്തുജീവിക്കുന്നു, നാട്ടുനടപ്പ് അനുസരിച്ച് ജീവിക്കുന്നു. ഒരു മുന്നത്തൊരു കാലഘട്ടത്ത് നാട്ടുനടപ്പ് കാരണം ഓരോ കുടുംബങ്ങൾക്ക് അത്രയും ഗുണമുണ്ടായിരുന്നു. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ സമൂഹവും ഓരോ കുടുംബത്തിനെയും വഹിച്ച് നടത്തിയ ഒരു സമ്പ്രദായത്തിൽ നിന്നാണ് നമ്മളിപ്പം സിറ്റികളിലേക്കും ഈ സമൂഹവും സമ്പ്രദായവും ഈ സിറ്റി തലത്തിൽ എങ്ങനെയായിരിക്കും ഫങ്ഷൻ ചെയ്യുക. ഇന്ന് പലവരും പുതിയ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസായി. ദാറ്റ്സ് ദ ന്യൂ സൊസൈറ്റി. ഓരോരുത്തർ ചില കമ്പനിയിലെ നമ്മൾ കുറേ ഫ്രണ്ട്സ് കൂടി ഒരു പുതിയൊരു ചെറിയൊരു സമൂഹമാകുന്നു. അവിടുത്തെ വാല്യൂ സിസ്റ്റം വേറെയാണ്. പക്ഷേ ഇതെല്ലാം ചേഞ്ച് ആകുന്നു, നമ്മൾ എത്രത്തോളം അവെയർ ആകുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് കുട്ടികളും പഠിക്കുന്നു. What is it like to now see social relationships, support each other, regulate ourselves and do things right? When you say life is tough, that's true. Our kids' life is going to be tougher. ഈ ജീവിതം അവർ നമ്മൾ നേരിടുന്നത് കണ്ട് പഠിക്കട്ടെ. അവരവിടെ നിന്ന് മുന്നോട്ട് പോകും. They will do better. ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ന്യൂട്രീഷൻ. ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞ് കഴിക്കുക. അതാണ് ഒരു സിമ്പിൾ കോൺസെപ്റ്റ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്നോ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്നോ അല്ലെങ്കിൽ ഫൈബർ എന്നോ ഇതൊക്കെ എന്താണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് പിന്നീട് ഒരു ന്യൂട്രീഷനെ കണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്തിനു വേണ്ടി കഴിക്കണം, അത് ശരീരത്തിൽ നമുക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ
മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ പറയുന്ന ഒബീസിറ്റി പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചൈൽഡ് ഡയബറ്റിക് ആവുന്ന കേസിലോ അതുപോലെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എബിലിറ്റി ആസ് പേരൻസ് ഓർ ആസ് എ ജനറേഷൻ, പലപ്പോഴും നമ്മൾ വന്നത് എവിടെ നിന്നാണ്, നമ്മളെങ്ങനെയാണ് എന്നുള്ള അറിവ്, അവയർനെസ്സിൽ നിന്നാണ് നമ്മളൊരു പുതിയ ജീവിതശൈലിയോ ഒരു പുതിയ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവും ആ ഒരു നിശ്ചയവും വരുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് 1950s 1960s ആ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ എന്ന് പറയുന്ന സാധനം ആദ്യം കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ ഇറ്റ് വാസ് റോയൽറ്റിക്ക് മാത്രമായിരുന്നു ഷുഗർ. അവർക്കുള്ളൊരു ലക്ഷറി ഐറ്റം ആയിരുന്നു ഇത്. പക്ഷേ മാസ് പ്രൊഡക്ഷൻ ചെയ്താൽ കുറെ കൂടെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് കമ്മോഡിറ്റി സെൽ. അപ്പം അങ്ങ് പ്രൊഡക്ഷൻ കൂടി. സ്ലേവ് ട്രേഡ് ഇതുപോലുള്ള പല ലോകത്തിൻ്റെ യുഗങ്ങൾ തന്നെ ഷുഗർ പോലത്തെ കാര്യങ്ങൾ നയിച്ചിട്ടുണ്ട്. സോ 1950 1960s ഈ പറയുന്ന കമ്പനീസ് സ്റ്റാർട്ടഡ് മാസ് പ്രൊഡ്യൂസിങ് ആൻഡ് പ്രൊമോട്ടിങ് ഷുഗർ ഇൻ ടു വാട്ട് വാസ് കോൾഡ് ഹെൽത്തി ഫുഡ്. അപ്പോൾ ദർ ഇസ് ഇഫ് യു സി ഓൾ ദ കമേഴ്ഷ്യൽസ്, ഇത് ടി വി ജസ്റ്റ് ഫേമസ് ആയി വരുന്ന യുഗമാണ്. അപ്പോൾ ആ സമയത്ത് ടി വി കമേഴ്ഷ്യൽസിൽ കൂടെ എല്ലാത്തിലും കൂടെ ഒരു കോൺഫ്ലെക്സ് ബോക്സ് ഇരിക്കുന്നു, കുട്ടി ചീരിയോസ് നോക്കി കഴിക്കുന്നു. ആൻഡ് ഐ റിമെമ്പർ എൻ്റെ കൊച്ചു കാലത്ത് ഐ വുഡ് ലിറ്ററലി ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ലുക്കിംഗ് അറ്റ് ദിസ് ബോക്സ് ബിക്കോസ് ഓൺ ദ ബോക്സ് ദർ വുഡ് ബി എ ലോട്ട് ഓഫ് തിങ്സ് റിട്ടൺ. ഇത്രയും ന്യൂട്രിഷൻ, ഹെൽപ്സ് ഗ്രോത്ത്, ഹെൽപ്സ് ദിസ്, ഹെൽപ്സ് ദാറ്റ്. ബട്ട് ഇറ്റ് വാസ് പാക്കേജ്ഡ് ഷുഗർ ആയിരുന്നു അതിൻ്റെ വലിയൊരു കോണ്ടന്റ്. ആൻഡ് സോ വി ഗ്രൂ അപ്പ് ഇൻ എ ഹോൾ ഡയറ്റ് ബേസ്ഡ് ഓൺ ദിസ്. ഈവൻ ദ തിങ്സ് വി സോ കോൾഡ് ഹെൽത്തി, നമ്മൾ ഹെൽത്തി എന്ന് വിചാരിച്ച് കഴിച്ച സാധനങ്ങൾ പോലും ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉള്ള സാധനങ്ങളായിരുന്നു. അത് ഒരു ലെവൽ റിസർച്ച് വന്ന ഒരു നമ്മളെ ഒരു 20 years ബാക്ക് ഉള്ള സമയം, ഇഫ് യു റിമെമ്പർ, ഹോൾ ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ കൂടെ ഹോൾ ഗ്രെയിൻ യെസ്, ബട്ട് സ്റ്റിൽ വിത്ത് ഷുഗർ. ആൻഡ് സോ ഷുഗർ ഹസ് ബീൻ എ ബിഗ് പാർട്ട് ഓഫ് നമ്മുടെ ഡയറ്റ്. ആൻഡ് ലൈക്ക് വി സെഡ്, ചിൽഡ്രൻ ഇമിറ്റേറ്റ്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക്, for anyone who's been into fitness or tried to lose weight, you know, ലിറ്ററലി നമ്മളെന്തോ സന്യാസി ജീവിതം ജീവിക്കാൻ പോകുന്ന പോലെ തോന്നിപ്പോകും. ലൈക്ക് നമുക്ക് ഒരു സാധനം തൊടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. മീൻസ് പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടിൽ കഴിക്കുന്ന ഫുഡും നമ്മളെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നാക്സ് ഇതിലെല്ലാം ഒത്തിരി, ആൻഡ് ഇറ്റ്സ് ഓവർ നൈറ്റ് എല്ലാം ചേഞ്ച് ചെയ്യുക ഇസ് നോട്ട് ദ സൊല്യൂഷൻ. യു കനോട്ട് ചേഞ്ച് യുവർ ഹാപ്പിനെസ് കോഷ്യന്റ് ലൈക്ക് ഓവർ നൈറ്റ്. വി സ്റ്റിൽ ഹാവ് ടു സ്റ്റേ ഹാപ്പി. അത് ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു. ബിക്കോസ് ഞാൻ പണ്ട് ഷുഗർ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് ലൈക്ക് ഇങ്ങനെ കാരണം എന്നെ കൊണ്ട് ഷുഗർ കട്ട് ചെയ്യിപ്പിച്ചു. അപ്പം ഞാൻ കുറേ പിന്നെ ഷുഗർ എടുക്കാതെ, ഷുഗർ കാപ്പിയിലും ചായലും എല്ലാം ഷുഗർ കട്ട് ചെയ്തു. പക്ഷേ ചില സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് വരുന്ന സമയത്ത് സന്തോഷം വരാൻ വേണ്ടി കുറച്ച് ഷുഗർ ഇട്ട് കലക്കി കുടിക്കും. അപ്പോൾ സന്തോഷം വരും. ബട്ട് അത് ശീലമാണ്. ഇറ്റ്സ് ഹാബിറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ട്രെയിനിങ്. കുറച്ച് കാലം നമ്മൾ ചായയിൽ ഷുഗർ കുറച്ചോ ഇല്ലാതെ കുടിച്ചു നോക്കിയേ, പിന്നെ ഇഷ്ടപ്പെടില്ല നമുക്കത്. ഇപ്പം ഞാൻ തന്നെ ഷുഗർ ഒത്തിരി വർഷമായി അല്ലേ, ഒരു 8-9 വർഷത്തോളമായി ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ട്. ഇടയ്ക്ക് കഴിക്കാറുണ്ട്, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നല്ല. ഈ ചായയിൽ ഷുഗർ ആഡ് ചെയ്യുന്ന പരിപാടി ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അപ്പോൾ ഇപ്പോൾ ഈ ചായക്കകത്ത് ഷുഗർ ഉണ്ടെങ്കിൽ ആ ചായ കുടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്തോ ഷുഗറുള്ള ഒരു മീൻസ് ഷുഗർ ഞാൻ കഴിക്കുന്നു എന്ന് ആ ചായയുടെ ഫീലോ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റോ ഒന്നും എനിക്ക് കിട്ടത്തില്ല. എനിക്ക് ചായയുടെ ടേസ്റ്റ് കിട്ടുന്നത് വിത്തൗട്ട് ഷുഗർ. ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ സബ്സ്റ്റൻസ് ദാറ്റ് വി വുഡ് നാച്ചുറലി ഗെറ്റ്. ദ ഓൺലി സ്വീറ്റ്നർ ദാറ്റ് ഇസ് നാച്ചുറൽ ഇസ് ഹണി. ഹണി എന്ന് പറയുന്നത് ഏതോ മരത്തെ എവിടെ നിന്നോ കിട്ടുന്ന ചെറിയൊരു കോഷ്യൻ്റൊക്കെയാണ് നമുക്ക് നാച്ചുറലി കിട്ടാവുന്ന ഡയറ്റിൽ വരുന്നത്. സോ ഇറ്റ്സ് എ ബിഗ് ചേഞ്ച്. ഐ സ്റ്റാർട്ടഡ് വിത്ത് ഷുഗർ കാരണം ഓൾ തിങ്സ് റിഫൈൻഡ്. നമ്മൾ ദേ സീ 3 white poisons: sugar, refined salt and refined oil. They 3 give you like quick instant taste, or you know, ഇത് ഡോപ്പമീൻ്റെ പറയുന്ന പോലെ, ആൻഡ് ഇറ്റ് മേക്സ് തിങ്സ് ഈസി. സോ വി ഹാവ് ഗ്രോൺ ഓൺ എ ഹോൾ ഡയറ്റ് മെയ്ഡ് ഫോർ കൺവീനിയൻസ്, അറിവില്ലാത്തതിൻ്റെയും കൂടെയാണ്. അതിൽ പേരൻസിനുള്ള വലിയൊരു റോൾ. നമ്മൾ ആസ് വി ലേൺ ഒരു നല്ലൊരു ഹെൽത്തി മീൽ, നല്ല ഐ ഗോട്ട് സം ഗുഡ് പ്രോട്ടീനും നല്ല, ഫോർ എക്സാമ്പിൾ നമ്മൾ സാലഡ് ഫോർ ദ ലോങ്കസ്റ്റ് ടൈം വാസ് എ വെരി നെഗറ്റീവ് വേർഡ്. പക്ഷേ യു കെൻ മേക്ക് ടേസ്റ്റി സ്റ്റഫ് ലൈക്ക് യു നോ, ആൻഡ് യു കെൻ മേക്ക് 100 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡ്രസ്സിങ്സ് ആൻഡ് മേക്ക് സാലഡ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഐ മേ ലൈക്ക് ഇന്നത്തെ മൂഡ് അനുസരിച്ച് മൈ ഡ്രസ്സിങ് ലുക്സ് ഡിഫറെൻറ്റ് ആൻഡ് ആർ വേ വി കുക്ക് ഡിഫറെൻറ്റ്. അല്ല, സാലഡ് ഇസ് എ വെസ്റ്റേൺ തിങ്. വേണ്ട, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഓരോ തോരനാട്ടെ, നമ്മൾ പലതരം വെജിറ്റബിൾസിൽ നമ്മൾ അവിയലാട്ടെ, സാമ്പാറാവുന്നു, അതിൽ തന്നെ നമ്മളെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളായാൽ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടോ കുറച്ച് തേങ്ങ കൂട്ടിയിട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ബഡിനെ നമ്മൾ ചെയ്ത് അതിനെ നമ്മൾ എത്രത്തോളം ഈ കാര്യങ്ങളെ നമ്മൾ നിനക്കിഷ്ടമുള്ള സാധനമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ ഇത് കുടുംബത്തിൽ എങ്ങനെ
കാണുന്നു എന്നനുസരിച്ച് കുട്ടിയും ആ വാല്യൂ ചെയ്യും. ഓ ഈ ഇതുപോലത്തെ കാര്യങ്ങൾ കഴിക്കുന്നതാണല്ലേ ഒരു ഹാപ്പിനെസ് എന്ന് കുട്ടി ലോകത്തെ കാണുന്നത്. നമ്മൾ ഇഫ് വി സ്റ്റാർട്ട് സീയിങ് ദ വേൾഡ് ലൈക്ക് ദാറ്റ്, കുട്ടി അങ്ങനെ കാണും. പ്ലസ് ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ ന്യൂട്രീഷൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളൊരു മൂവ്മെൻ്റ് ആണ്. വി ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഓഫ് ഐ വെൻറ്റ് ഫോർ എ വാക്ക്, വാസ് നൈസ്, ഗുഡ് ടൈം വി ഹാഡ്. ഒരു വാക്ക് നടന്നു അല്ലെങ്കിൽ കളിച്ചു വന്നു. നമ്മൾ എത്രത്തോളം ഇതിനെ പോസിറ്റീവായി കാണുന്നു, ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈലിനെ കാണുന്നു, നല്ല ഫുഡ് കഴിക്കുന്നത്, ഗട്ട് എ ഗുഡ് ഫ്രൂട്ട്, ദിസ് വാസ് സോ ജ്യൂസി, അല്ലെങ്കിൽ ഗെറ്റിംഗ് ഫ്രഷ് വെജിറ്റബിൾസ്, വാവ് ഇവിടുത്തെ ദിസ് വാസ് റിയലി നൈസ്. ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കുട്ടി വിൽ നൗ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ദ സെയിം വേ. കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഒരു ഡയറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കുക ഇസ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ്. പക്ഷേ ഈ മിക്ക കാര്യങ്ങളും നമ്മൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികളെ വരാൻ പോകുന്ന ലോകത്തിന് റെഡിയാക്കുക, ലൈക്ക് ഈവൻ ഇൻ ഫുഡ് ഈസ് പാർട്ട് ഓഫ് നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റുന്നു. അതെന്തിന് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു. വെരി ഓഫൺ നമ്മളെ ആശയങ്ങൾക്ക് വാക്കുകൾ കൊടുക്കുമ്പോൾ പിള്ളേരതൊന്ന് പഠിക്കും. എൻ്റെ മോന് മുട്ട കൊടുക്കുമ്പോൾ അവന് പ്രോട്ടീനാണ് കഴിക്കുക. അവന് ചോറ് ഭയങ്കര ഇഷ്ടമാണ്, ചോറ് മാത്രം കഴിക്കും. അപ്പം ഈ ചോറ് ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് ആണ്, നമുക്ക് ശരീരത്തിന് വേണം, ആവശ്യമുള്ള കഴിക്കുക. അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടെ പ്രോട്ടീൻ കഴിക്കണം, അതിൻ്റെ കൂടെ ഫൈബറും കഴിക്കണം. എവനിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം എവൻ ദോശ കഴിക്കുക രാത്രി ഡിന്നറിന്. അപ്പോൾ എന്നോട് പറയും എനിക്ക് കാർബോഹൈഡ്രേറ്റ് വേണ്ട. കുഞ്ഞു പ്രായത്തിൽ അവർ കഴിക്കത്തില്ലായിരിക്കും, പക്ഷേ ആ ഒരു പ്രായത്തിൽ ഇവർക്ക് ഇതെന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഒരു മീലിൽ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടാവണം, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം, അതുപോലെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലേ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഇത് ഡൗട്ട് ഉണ്ടാവില്ല. ഇത് ആക്ച്വലി ചിൽഡ്രൻ ലൈക്ക് ഇറ്റ് വെൻ ദേ ഗെറ്റ് ടു ചൂസ്. ഇതാണ് ആക്ച്വലി നമ്മൾ സ്ക്രീനായിട്ട് കോമ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതിൽ പറഞ്ഞാൽ ഒരു വലിയ ഗെയിം ഇസ് ചോയ്സ്, പക്ഷേ ഗൈഡഡ് ചോയ്സ്. So playing guided choice is a great game of positive reinforcement. ചെയ്യലടാ എന്ന് പറയുന്നതിന് നീ ബനാന കഴിക്കുന്നു, ആപ്പിൾ കഴിക്കുന്നു, കൊടുക്കുന്ന ചോയ്സസ് രണ്ടും നല്ലതായിരിക്കണം. ദാറ്റ്സ് ഹൗ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വർക്ക്സ്. ഇച്ചിരി മെനക്കെടാകാം, പക്ഷേ ഒരു കുട്ടിക്ക് വയ്യാതാവുകയോ അവരുടെ ഡയറ്റ് തന്നെ വേറെ രീതിയിലാവുകയോ അവർ കാർബിനും അല്ലെങ്കിൽ ഷുഗർ ആ ഒരു ഇതിന് ശീലിച്ച് കഴിഞ്ഞാൽ അത് മാറ്റാൻ പെടുന്ന പാട് വിൽ ബി വേ മോർ. ഇൻസ്റ്റെഡ് ഓക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ ചിന്തിക്കില്ലേ ഈ ആഴ്ച നമുക്ക് എന്ത് വാങ്ങാം, നമ്മൾ ഗ്രോസറി അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചിന്തിക്കും. ആ ലെവലിലെ കുട്ടിക്ക് നിനക്ക് ഓക്കെ കാർബ്സിൽ ഏതാണ് വേണ്ടത്, ചപ്പാത്തി വേണോ അത് വേണോ ഇത് വേണോ, നല്ല ചോദിക്കണ്ട, പ്രോട്ടീനിൽ ഏതാണ് വേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് എത്ര ദിവസം, ആ ഒരു കോൺവെർസേഷനിലെ ഭാഗമാകുമ്പോൾ അവർ ഇത് ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, ഇറ്റ്സ് എക്സ്പീരിയൻസ്. ഗ്രാൻഡ് പാരൻസ് ഉള്ള വീടുകളിൽ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ബിസ്ക്കറ്റ്, എന്തെങ്കിലും സ്നാക്സ് കൊടുക്കുക. ഞാൻ ഈ അടുത്ത് കേട്ടൊരു പോഡ്കാസ്റ്റിൽ തന്നെ കേട്ടതാ, ഒരു കുഞ്ഞിന് നമ്മൾ ഈ ചിപ്സ് പോലെ ഫോർ എക്സാമ്പിൾ ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും, അപ്പോൾ ഇവരിത് കഴിക്കുമ്പോൾ ഇവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഇത് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് നമുക്ക് ഒരു വലിയ ആളിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ആൾ 5 പാക്കറ്റ് ലേസ് കഴിക്കുന്നതും ഒരു കുട്ടി 1 പാക്കറ്റ് ലേസ് കഴിക്കുന്നതും ഈക്വലാണ്. അത്ര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പം ഇതിന് പകരം ഹെൽത്തി ചോയ്സസ് വെക്കാൻ മെനക്കെടണം. ഐ തിങ്ക് അവയർനെസ് ഹെൽപ്സ്. നമ്മൾ ചിലപ്പോൾ വളർന്ന കാലത്ത് നമുക്ക് അത്രയും കളിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നതിൽ 2 ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് അലിയും. പക്ഷെ ഇന്നത്തെ കുട്ടിക്ക് ആ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇല്ല. യു ബി ദ ജങ്ക് പേഴ്സൺ, വൺസ് ഇൻ എ വൈൽ ഒരു ജങ്ക് കൊടുത്തു കഴിച്ചു, ദാറ്റ്സ് ഫൈൻ. ബട്ട് ആ റെഗുലർ ഡയറ്റ്, let's fix 80%, let's fix 90%, and only that one cheat becomes this. അത് വരുമെന്ന് അറിഞ്ഞ് നമ്മൾ work around is another way, because if the learning is not happening, awareness കൊടുക്കുന്നു, it's taking time. And I think many of the things we said today, one of the things I feel we have to really be aware, change is a journey, it's not overnight. പക്ഷെ നമ്മൾ intention to change is like seeds. നമ്മളിതിങ്ങനെ വിതറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിലും മാറും, കുട്ടികളിലും മാറും, ആൾക്കാരിലും മാറും. അത് ഉടനെ നമുക്ക് റിസൾട്ട് കാണാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഗിവ് അപ്പ് ചെയ്യുന്നത് അതിലൊരു ദാറ്റ്സ് വെയർ വി ലൂസ്. ആ പെർസിസ്റ്റൻസ് ഇസ് ടു കീപ് സീഡിങ്, കീപ് ഗിവിങ്. കോണ്ടൻറ്റ് ആകാം, സ്റ്റോറീസ് ആകാം, അതിന് പിന്നെയും പോസിറ്റീവായിട്ട് നമ്മൾ സീഡ് ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ട്. ഈ പറഞ്ഞ പല സാധനങ്ങളിലും ഇറ്റ്സ് എ പ്രോസസ്. ഞാൻ പലപ്പോഴും ലൈക്ക് വെൻ മീ ആൻഡ് മൈ പേരൻസ്, വി ആർ ഇൻ പ്രോസസ് ഓഫ് ചേഞ്ച്, ഓൾ ഓഫ് തിങ്സ് വി ഡു. സോ
ഐ ഹവ് നോട്ടീസ് ദാറ്റ് നമ്മളൊരു ഐഡിയ പറയുമ്പോൾ, കാരണം ഇറ്റ്സ് ജസ്റ്റ് നാച്ചുറൽ, നമ്മളൊരു ഐഡിയ ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന തോട്ട് ഈസ് വാട്ട് ഐ വിൽ സേ. അത് പലപ്പോഴും ഇറ്റ് വിൽ ബി ഇത് പറയുന്നതിന് വിപരീതമായിട്ടായിരിക്കും എൻ്റെ തലയിലുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടില്ല എന്നല്ല, ഇറ്റ് ഈസ് ഗോൺ ഇൻ. അത് ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും പലയിടത്തും അത് മാരിനേറ്റ് ആവും. അത് ഇപ്പോൾ ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് അതിങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക മനുഷ്യരും അകത്തിത് അത് അംഗീകരിക്കാനൊരു ചെറിയ ഈഗോ ഒക്കെ വെളിയിലുണ്ടാവുമെങ്കിലും അകത്തിതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിത് പോസിറ്റീവായിട്ട് പിന്നെയും നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല എന്ന് പറഞ്ഞ് വിടുന്നതിൽ പിന്നെ ആ ഈഗോ ഗെറ്റ്സ് വേഴ്സ്. പിന്നെ നമുക്ക് അത് എതിർക്കാനുള്ള ഷാഠ്യം കൂടുകയാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ പിന്നെയും പോസിറ്റീവായിട്ട് പറഞ്ഞു, പിന്നെ 4 ദിവസം കഴിയുമ്പോൾ അവരിതിൻ്റെ 4 അയലത്ത് കൂടെ ഒരു ഐഡിയ പറയും. നിങ്ങൾ ഐഡിയ കൊള്ളാം കേട്ടോ, നമ്മളെ ഐഡിയ അവർ പറഞ്ഞതല്ല, യുവർ ഐഡിയ ഇസ് ഗുഡ്. ഈവൻ വിത്ത് കിഡ്സ്, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്, ഐ തിങ്ക് യു മെയ്ഡ് എ ഗ്രേറ്റ് ചോയ്സ് എന്ന് പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇതല്ലേ നിൻ്റെ അടുത്ത് അന്ന് മുതൽ ഞാൻ പറഞ്ഞു എന്ന് there you're trying to say I was right all along, you're still not right. But if we can give that up and serve kids, serve the people around us, serve them in the process of change, realizing we are also changing, that shifts. Change is a process of seeds. Now think of ഈ പറയുന്ന കുട്ടി തന്നെ നാളെ വന്ന് നമ്മളെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ഇതായത് പറയുമ്പോൾ ഇറ്റ്സ് ഗോണ ബി ടഫ് ടു അക്സെപ്റ്റ്. ഇന്ന് നമ്മൾ ഈ ചെയ്യുന്നതിലും പറയുന്നതിലും കുറേ കാര്യങ്ങൾ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് വേറെ റിസർച്ച് വരും. വി പ്രോബ്ലി ഡോണ്ട് നോ ഗുഡ് ഇനഫ്, വി നെവർ നോ. ഈ കുഞ്ഞുങ്ങളുടെ വാല്യൂ സിസ്റ്റം അല്ലെ, അതിന് എത്രത്തോളം പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഹെൽപ്പ് ചെയ്യും? നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു കളക്ടിവിസ്റ്റിക്കിൽ നിന്ന് ഇൻഡിവിജ്വലിസ്റ്റിക്കിലോട്ട് പോകുന്ന പ്രോസസ്സിലാണ്. ഇൻ എ കളക്ടിവിസ്റ്റിക് സിസ്റ്റം, values are predetermined. Not just values, value based ചെയ്ത് lifestyle is also fairly determined. നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടരാണ്, നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ കൂട്ടരിലെ നമ്മളെ ജീവിതശൈലി ഇങ്ങനെ, കല്യാണം ഇങ്ങനെ, കഴിക്കുന്നത് ഇങ്ങനെ, അത് അന്നത്തെ സാഹചര്യവും കോണ്ടെക്സ്റ്റും വുഡ് ഹവ് ബീൻ എ സർട്ടൻ വേ. പക്ഷേ യുഗങ്ങൾ മാറുന്നിടത്തോളം ചേഞ്ച് ഇസ് സോ ഫാസ്റ്റ്. അന്ന് ചേഞ്ച് വാസ് once in 50 years, then once in 20 years, today it's once in a year. So I was saying that if any organization today does not reevaluate their priorities at the end of every year or every second year, you're out. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചോയ്സസ് ഇൻ ലൈഫ് ഓൾസോ, ഓപ്ഷൻസ് അത്രയും ഫാസ്റ്റ് ഇവോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ചോയ്സസ് മാറണം, റിവാലുവേഷൻ മെട്രിക്സ് മാറണം. ഇൻ വാല്യൂസ് ഓൾസോ, നമ്മൾ അന്നെന്തോ ചെയ്ത ഒരു പതിവ് കാരണം, നമ്മളിങ്ങനെ ഒരു കൂട്ടരായിരുന്നത് കൊണ്ട് ചെയ്ത പതിവ് വെച്ച് നമുക്ക് ഇന്ന് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വെച്ച് കുട്ടികൾക്ക് ഒട്ടും മനസ്സിലാവാൻ പറ്റില്ല, പതിവ് കാരണം. പക്ഷേ ആ വാല്യൂ എന്തുകൊണ്ടായിരുന്നു ചെയ്തത് എന്ന് നമ്മൾ ചിന്തിച്ച് അതിനെപ്പറ്റി സംസാരിക്കുകയും അതിനെപ്പറ്റിയുള്ള കഥകളും, മോറൽസ് ഇൻ ദ സ്റ്റോറി, മോറൽസ് ഇൻ ദ പ്രാക്ടീസ്. കാരണം ഏതൊരു ട്രഡീഷനും പല കോണ്ടെക്സ്റ്റുവൽ ആവശ്യങ്ങളുണ്ടായിരുന്നു, ചില വാല്യൂ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇഫ് വി ക്യാൻ ഹൈലൈറ്റ് ദ വാല്യൂ ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ന്യൂ കോണ്ടെക്സ്റ്റ്. അത് റിലീജിയസ് കാര്യങ്ങളിലും അതുപോലെ തന്നെയാണ്. റിലിജിയൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫെയ്ത്ത്, സ്പിരിച്വാലിറ്റി ആൻഡ് ട്രഡിഷൻ. പലപ്പോഴും നമ്മളിതൊരു അവിയലായിട്ടാണ് കാണുന്നത്. അതല്ലേ, അതിലിത് വിശ്വാസം എവിടെ, പാരമ്പര്യം എവിടെ, ചരിത്രം എവിടെ, പതിവ് എവിടെ, ഇതിനെല്ലാം കൂടെ ഒരു അവിയലാക്കി നമ്മളിങ്ങനെയാന്ന് പറയും. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് വി മേക്ക് അറ്റ് ദി ഓൾട്ടർ ഓഫ് റിലിജിയൻ, വി സാക്രിഫൈസ് ഫാമിലി. ഓ യെസ് യെസ്. അപ്പം നീ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാത്തതുകൊണ്ട് നീ നമ്മളൊരുത്തനല്ല. ആൻഡ് സോ ദ എസെൻസ് ഓഫ് ലവ് ആൻഡ് കണക്ഷൻ ആൻഡ് എവ്രിതിങ് വി സെഡ് സോ ഫാർ ഇസ്, അത് അറിവില്ലായ്മയെന്ന് മാത്രം വരുന്നതാണ്. ഒരു ആശയം അങ്ങനെ ഒരിക്കലും അല്ല. ഈ സാധനം നമ്മളൊന്ന് വേർതിരിച്ചാൽ മാത്രം മതി. വിശ്വാസം ആയിക്കട്ടെ. നോ ബഡി ഈസ് സേയിങ് നമ്മുടെ വിശ്വാസം കുട്ടികളെ പഠിപ്പിക്കരുതെന്നോ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, നമ്മുടെ വിശ്വാസം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. വി ഷുഡ് ലെറ്റ് ദം നോ ആൻഡ് ചോയ്സ് ഈച്ച് വൺ ടു ദെയർ ഓൺ ക്വസ്റ്റ്യൻ. പക്ഷേ വിശ്വാസവും ചരിത്രവും ഈ കാര്യങ്ങൾ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് ഈ വിശ്വാസം ഉപയോഗിച്ച് നമ്മൾ പുതിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം നയിക്കുന്നത് കുട്ടി കാണണം. We should be able to use faith. Faith should become something helpful. It shouldn't become a pain. Yeah. All things spirituality or different routes of how you use faith or what's bigger than life, the meaning of life, or where are we going after all of this. And idellam, many are in a seeking phase, many take it as it is, many try to use implementation. That's all fine. But we have to think. ചിന്തിക്കാതെ ഈ സാധനത്തെ എടുത്ത് നമ്മൾ ബന്ധങ്ങൾ വേർപിരിക്കുന്നതിൽ
ആ ഉള്ള ഫേത്തിനെയും നശിപ്പിക്കും, ആ ഫേത്ത് തരേണ്ട ഗുണവും കിട്ടൂല, ബന്ധവും. ഇറ്റ് ബിക്കംസ് പെയിൻ. അവിടെ പെയിനും ട്രോമയും ഇതുപോലെ പല കാര്യങ്ങൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ വിശ്വാസത്തെയും മതത്തിനെയൊക്കെ ഒരു റെബലിയസ് കണ്ണിൽ നിന്നാണ് പിന്നെ കാണുന്നത്. അവിടെ പിന്നെ ആൻഡ് ദിസ് ഇസ് വെർ ഐ വുഡ് ചാലഞ്ച് ലൈക്ക് ഫോർ അസ് ഇൻ മാരേജ്. ഐ തിങ്ക് വി ലീഡ് ദ ഹോം, വി ലീഡ് അവർ ഹോംസ്, വി ഹാവ് ദ റൂം ടു ഡിഫൈൻ അവർ വാല്യൂസ്. നമ്മൾ ഈ കോർപ്പറേറ്റിൽ മാത്രമേ കോർ വാല്യൂ അല്ല, നമുക്ക് പറയാം ആൻഡ് വാല്യൂസ് ആസ് സിമ്പിൾ ആസ് ഹേ നമ്മൾ ആൾക്കാരെ സ്നേഹിക്കാൻ, വി ലവിങ് പീപ്പിൾ. ആൻഡ് ഓരോ കുടുംബത്തിനും ഓരോ രീതിയായിരിക്കും. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും തീറ്റിച്ച് വിടും. ചില കുടുംബങ്ങൾ ദിൽ ബി ബിഗ് ഓൺ ചാരിറ്റി, ബിസിനസ് ആയിരിക്കും, ദേ വിൽ ഡു ചാരിറ്റി. ചിലവർ ആൾക്കാരെ സഹായിക്കുക, ഒരാവശ്യത്തുള്ളവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിലവർ നല്ല വാക്കുകൾ പറയുക. എനിക്കൊരു ഞാൻ വളർന്ന സമയത്ത് ഒരു അങ്കിളും ആൻറ്റി ഉണ്ടായിരുന്നു. സുഖമില്ലാതായിക്കഴിഞ്ഞാൽ വയസ്സായ അങ്കിളും ആൻറ്റി എവിടെ നിന്നെങ്കിലും വരും, അവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ബലമാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്കിളുടെ ആൻറ്റിയുടെ മുഖം കാണുമ്പോൾ സന്തോഷം വരും. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിലാണ് അവരെ കൈൻഡ്നെസ്, കമ്പാഷൻസ്, വാല്യൂസ്. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഓരോ ബീങ് ജുഡീഷ്യസ്. സോ ചിലവർ മേ തിങ്ക് അബൌട്ട് we've got to make money to solve the world's problems. അതായിരിക്കും അവരുടെ കോർ വാല്യൂ. ചിലവർ മേ ബി ഓൾ അബൌട്ട് hey we've got to conserve resources and that is how we will make the world a better place. But think and have your core value as a family, and there is a point where your child will question your core values and let them question it. നമുക്ക് ഒരു ഫാമിലീസിന് ഇപ്പോൾ പറഞ്ഞു, ഓരോ ഫാമിലീസിനും ഓരോ വാല്യൂസ് ഉണ്ടാവും, ഓരോ ലൈഫ് സ്റ്റൈലുണ്ടാവും. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ അത് നമ്മുടെ കുട്ടികളിലോട്ട് കൊടുക്കുന്നതിന് വി ഷുഡ് മോഡൽ ഇറ്റ് ഔട്ട് അല്ലേ? അപ്പം അത് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി മോഡൽ എ ലൈഫ് സ്റ്റൈൽ ടു അവർ ചിൽഡ്രൻ? അവരെ അതിലോട്ട് എങ്ങനെ കൊണ്ടുവരാം? One part is to think, believe, break down things, understand it. But the next part is ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത സാധനം ഞാൻ വളരെ സ്പിരിച്വലാണ് ചിന്തിച്ചു, അത് കുട്ടിക്കും കുടുംബത്തിനും എൻ്റെ ആശയം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം, ഷെയർ ചെയ്യണം. അവരത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമായിരിക്കണം. ഇതിനെല്ലാം വെച്ച് ദിസ് ഇസ് ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൂ വി ആർ, റൈറ്റ്? ആൻഡ് വെൻ വി ആസ് പീപ്പിൾ ബിക്കം റിഫ്ലെക്റ്റീവ് ഇൻഡിവിജ്വൽസ്, അതായത് തന്നെത്താൻ പരിശോധനയും നമ്മൾ ആഗ്രഹങ്ങൾ, ആശയങ്ങൾ ചിന്തിക്കുകയും അതിനെപ്പറ്റി പറയുകയും ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ഈവൻ നമ്മൾ വർക്കിലാട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന, ഇപ്പം നമ്മളിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ വർക്കിൽ കാണുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണിത്. അതിൽ നിന്ന് വരുന്ന ക്ലാരിറ്റിയും കോൺഫിഡൻസ് ഇസ് ബിഗ് ടു ഹെൽപ്പ് യു കമ്മ്യൂണിക്കേറ്റ്. ദെൻ വെൻ ഇറ്റ് കംസ് ടു പബ്ലിക് സ്പീക്കിംഗ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പോയി കാര്യങ്ങൾ പറയുക, അവിടെ വരുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് എത്രത്തോളം വി സ്റ്റാൻഡ് വിത്ത് ദം ആൻഡ് ഗിവ് ദം ഓപ്പർച്യൂണിറ്റി. നീ പോയി സംസാരിക്കും, ഇറ്റ്സ് ഓക്കെ. യുവർ ഫാമിലി ഷുഡ് ബിക്കം യുവർ ബിഗ്ഗസ്റ്റ് ചിയർ ലീഡേഴ്സ്. മനസ്സിലായില്ലേ? ചെറിയൊരു സൊസൈറ്റി നമ്മൾ വീട്ടിലെല്ലാവരും കൂടുന്നു, ഓക്കെ, നീ ആൻഡ് നോട്ട് പുട്ടിങ് ദ ചൈൽഡ് ഇൻ എ സ്പോട്ട്, പക്ഷേ അവിടെ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലെ വാട്ട് ടു ദേ കെയർ അബൌട്ട് എന്നറിയണം. നമ്മൾ ചുമ്മാ പോയി നിന്നെ പാട്ട് പഠിപ്പിച്ചില്ല, നീ പാട്ട് പാടറാന്ന് പറയുന്നതിന് പകരം വാട്ട് ഇഫ് ഹി റിയലി ലവ്സ് ടു സിംഗ്, ലെറ്റ് ഹിം സിംഗ്. ഇഫ് ഹി വുഡ് റിയലി ലവ് ടു സേ poetry, let him do a poetry. Maybe the first time oru kinesthetic person may not want to come and talk, but they'll make something and then you'll tell them, hey, what did you make? You want to tell them? And then he'll tell you just what he made. But then for the first time he's communicated and it's built something. നമ്മൾ പലപ്പോഴും കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ലോകത്തെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്ന ആ ഭാഗത്ത് നമ്മൾ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ പലതും കാണും. ചിലവർ വരയ്ക്കാനായിരിക്കും അവരുടെ ഫസ്റ്റ് താല്പര്യം. നീ വരയ്ക്ക്, ഓക്കെ, ക്യാൻ യു ടെൽ അസ് ഈ വരച്ചത് എന്താണെന്ന് പറയാൻ പറ്റുമോ? പറയും. അപ്പോൾ ഒരു പേരൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് എപ്പോഴും കുട്ടികളുടെ എവിടെയാണ് അവരെ നാച്ചുറൽ എബിലിറ്റി എന്നും എവിടെയാണ് നാച്ചുറൽ നിന്ന് പുഷ് വേണ്ടതെന്നും നമുക്കറിയാം. പക്ഷേ ഇത് ബാലൻസ് ചെയ്യണം. യു ഷുഡ് ഓൾവേസ് സെലിബ്രേറ്റ് ദ സ്ട്രെങ്ത്സ് ആൻഡ് ദെൻ സപ്പോർട്ട് ദ ഏരിയാസ് ഓഫ് നീഡ്. ഈ ഒരു ബാലൻസ് ഇസ് കീ. നമ്മൾ കോർപ്പറേറ്റിൽ ഇതൊക്കെ ചെയ്യുന്നതാണ്. ദിസ് ഇസ് ടിപ്പിക്കൽ പീപ്പിൾ മാനേജ്മെൻറ്റ്. യു ഗോട്ട് ടു സീ ദാറ്റ്. അപ്പോൾ കുട്ടികൾക്ക് seeing the child as a whole, right? Is it art? Is it music? Is it dance? Is it speaking? Is it doing? Is it creating? Is it physical? എവിടെയാണ് കുട്ടിയുടെ ഇത് ഉള്ളതിനെ സെലിബ്രേറ്റ് ചെയ്യുക. യു ഷുഡ് ബി ദ പ്രൗഡസ്റ്റ് പാരൻറ്റ് അബൌട്ട് വാട്ട് ദ ചൈൽഡ് ഇസ് ഡൂയിങ്, ബട്ട് ഓൾസോ ബി ലൈക്ക്, ഹേ, ഐ നോട്ടീസ് ദിസ്, വുഡ് യു ലൈക്ക് ടു ഡു? അവിടെ കണക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്യാൻ യു കണക്ട് വാട്ട് ദ ചൈൽഡ്സ്, വാട്ട്സ് ദ ബിഗ്ഗസ്റ്റ് തിങ് അബൌട്ട് ലൈഫ്? ഇപ്പോൾ ഈ ഒരു സീസൺ ഇൻ മൈ ലൈഫ് ഇറ്റ്സ് ഓൾ അബൌട്ട് എഡ്യൂക്കേഷൻ. Now if you connect anything to education, I'll be excited to talk about it, do it, run for it.
ഫോർ എക്സാമ്പിൾ നമ്മൾ കണക്ക് പഠിക്കുന്നത് പലവർക്കും ബോറിംഗ് ആയൊരു കാര്യമാണെന്ന് പറയും. പക്ഷേ നമ്മൾ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനത്തിനോട് കണക്ക് ചെയ്ത്, ഫോർ എക്സാമ്പിൾ റീസെൻ്റ് ഇൻ ദ സ്കൂൾ ബ്ലോക്സ് ഉണ്ടായിരുന്നു. ബ്ലോക്സ് വെച്ച് ഒരു കുട്ടി ഒരു ഡോഗ് പോലൊരു സാധനം ഉണ്ടാക്കി. സോ എസ്തർ വാസ് ആസ്കിങ് ദം, ഓക്കെ ഹൗ മെനി പീസസ് ഡിഡ് യു യൂസ് ടു മേക്ക് ദ ബോക്സ്? അവൻ കുത്തി വരുന്ന എണ്ണി 40 പീസ്. ഓക്കെ, സോ ഹൗ മെനി യൂസ് ടു മേക്ക് ദ ലെഗ്സ്? 1 leg is 5, so 4 legs are there. Actually, I used 20. Oh, okay. So then how many were other than the legs? And then he's like, that would be. And then he actually found a shortcut to say 40 minus 20 is 20. Math, subtraction, no carryover. So if you present things, എന്ന് പറഞ്ഞതുപോലെ, when the things that we have resistance to, see, these are all very natural faculties. നമ്മൾ math is measuring. പബ്ലിക് സ്പീക്കിംഗ് ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ്. എനിക്ക് ഹിന്ദി ഇഷ്ടമല്ല, ഹിന്ദി പഠിക്കാൻ ഇഷ്ടമല്ല. എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാൻ പറ്റും? മൂവീസ് കാണാറുണ്ടോ? ഉണ്ട്. ഹിന്ദി മൂവീസ് കാണാൻ മനസ്സിലാവാത്തോണ്ട് പിന്നെ സമയം കൊടുക്കാൻ. ആ മൂവിയുടെ പേരെന്തായിരുന്നു? ഓർ ആ മൂവിയുടെ പാട്ടെന്തായിരുന്നു? പാട്ടിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? പ്ലേസിങ് തിങ്സ് ഇൻ യോർ കോണ്ടെക്സ്റ്റ് ആൻഡ് അതിനെ ഹിന്ദിയാക്കുക. അല്ലെങ്കിൽ യു ഡിഡ് സംതിങ്, യു ആർ വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. ഇതിനെ നമുക്ക് ഹിന്ദി പറഞ്ഞാൽ എന്തായിരിക്കും? സി, മാത്ത്, ഹിന്ദി, ഇംഗ്ലീഷ്, ഓൾ ഓഫ് ദീസ് ആർ വെഹിക്കിൾസ് ഓഫ് എക്സ്പ്രഷൻ. ആശയങ്ങൾ അറിയിക്കാനുള്ള ഓരോ വഴികൾ മാത്രമാണിത്. അപ്പോൾ നമ്മൾ ചിന്തയിലും ആശയത്തിലും നമ്മൾ ഒരാളെ കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു വഴിയിൽ നമുക്ക് ഇത് പ്രകടിപ്പിച്ചാലോ അല്ലെങ്കിൽ ഇത് ലോകത്തെ അറിയിച്ചാലോ എന്ന് പറയുമ്പോൾ ഒരാൾക്കത് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഒരു അഭിമാന പ്രശ്നം കൂടെയാണ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത്. ഒരു കുട്ടി ഇംഗ്ലീഷ് നേരെ സംസാരിച്ചില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നവും. എന്നാൽ വീടുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഇത് എങ്ങനെയായിരിക്കും ഇവർക്ക് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏത് രീതിയിലായിരിക്കും അവരത് മനസ്സിലാക്കുക? ആക്ച്വലി ഏതൊരു ലാംഗ്വേജും നമ്മൾ ആശയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആശയങ്ങൾ അറിയിക്കാനുള്ള ഒരു വഴിയാണ്. ആശയം ഇംഗ്ലീഷിൽ അറിയിക്കാനൊരു ആവശ്യം എങ്ങനെ വരുത്തുക എന്നുള്ളതിലാണ് കാര്യം. ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചെങ്കിൽ പോലും അവിടെ ആരും ഇംഗ്ലീഷ് സംസാരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കുറേയെങ്കിലും ഫ്ലുവൻ്റ് ആയത് ഞാനൊരു ചേർച്ചിൻ്റെ പാർട്ടായി കഴിഞ്ഞപ്പോൾ ആ ചേർച്ചിലുള്ള എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അവിടെ വന്ന് സംസാരിക്കേണ്ടി വന്ന് പെട്ടുപോയി. അങ്ങനെയാണ് ടെക്നിക്കലി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. നമ്മളെ സ്കൂളിലൊക്കെ ദാറ്റ്സ് വൈ വി കീപ്പ് ഇംഗ്ലീഷ് ആസ് ഒരു ബേസ് ലാംഗ്വേജ്. സ്റ്റാഫിനോടായാലും എല്ലാവരും വി സ്പീക്ക് ഇംഗ്ലീഷ് ആസ് ദ മേജർ ലാംഗ്വേജ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് റിയലി ഫ്ലുവൻറ്റ് ഒരു ലാംഗ്വേജിൽ. കാരണം അതിൻ്റെ ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? സം പീപ്പിൾ വുഡ് സേ, ഹേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല നമ്മുടെ മാതൃഭാഷ ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ദ ട്രൂത്ത് ഇസ് ദാറ്റ് ഇന്നത്തെ ലോകത്ത് ഇംഗ്ലീഷ് ഈസ് ദ മോസ്റ്റ് കമ്മ്യൂണിക്കേറ്റഡ് ലാംഗ്വേജ് വിച്ച് ഇസ് ദ കറൻസി ടു, ഇന്നും ഡോളറിലല്ലേ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ, ഇറ്റ് ബിക്കംസ് എ കറൻസി ദാറ്റ് ഹെൽപ്സ് യു. You know, most of your text is English, most of your presentations are English, most of your platforms are English. But China pole you can become a divergent country, God knows when. But for the നമ്മൾ അടുത്ത് കാണുന്ന ഒരു ഹൊറൈസണിൽ this is what is helps you to ഏതൊരു വാല്യൂ ഞാൻ ക്രിയേറ്റ് ചെയ്താൽ ലോകത്തെ അറിയിക്കാൻ this thing's gonna help me. നമ്മൾ വളർന്ന സമയത്ത് അറ്റ് മൈ ഹോം ഡാഡിയും മമ്മിയും ഒരു സിസ്റ്റം വയ്ക്കുമായിരുന്നു. വി ആർ ഗോൺ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയും. ഇംഗ്ലീഷ് സംസാരിക്കാതെ ഫോർ എക്സാമ്പിൾ ഡ്യൂറിങ് ദാറ്റ് സ്റ്റിൻറ്റ് മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഫൈൻ, നമ്മൾ തമ്മിൽ ഫൈൻ. അപ്പം ഞാനിതൊക്കെ കുടിതായിരുന്നു എൻ്റെ മെയിൻ മെത്തേഡ്, ഇങ്ങനെയാണ് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ. ബട്ട് ഇറ്റ് ജസ്റ്റ് ഹെൽപ്ഡ്. ആ ഒരു കാലഘട്ടത്തിൽ ദേ ന്യൂ ദിസ് വിൽ ഹെൽപ്പ്. വി ഡിഡ് ഇറ്റ് ഫോർ എ സീസൺ, പഠിച്ചു. അപ്പോൾ ദാറ്റ്സ് വൺ വേ ടു ഡു ഇറ്റ്. പിന്നെ റീഡിങ് റൈറ്റിംഗ് നിങ്ങൾ പറഞ്ഞില്ലേ, പല പിള്ളേർക്കും നാച്ചുറലി അവരെ ചുറ്റുപാട് നോക്കുമ്പോൾ ഇറ്റ്സ് യൂസ്ലെസ്. അവർക്ക് ആവശ്യം ഇന്നില്ല, ജനറലി ആവശ്യമില്ല. നമ്മൾ മറ്റേ അർത്ഥവത്തായി കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുന്ന ആ സ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവർക്കൊരു ആവശ്യം ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ച് അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. പക്ഷെ ഇപ്പം റൈറ്റിങ്ങിൻ്റെ ഫോം മാറി. പണ്ട് പേന കൊണ്ടെഴുതുന്നത് ഇപ്പം ടൈപ്പിംഗ്. കറക്റ്റ്. ദീസ് കിഡ്സ് ആർ ഗോണ യൂസ് റൈറ്റിംഗ് വെരി ലിറ്റിൽ. പക്ഷേ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ഓൾ ദ തിങ്സ് അറൗണ്ട് സ്റ്റിൽ ഹാസ് റൈറ്റിംഗ് ഇൻ ഇറ്റ്. Right? So it's important to teach children writing. So how do you do that? Right? For example, നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വി ഹാവ് ജേർണൽ ടൈം ഇൻ ദ മോർണിംഗ്. ജേർണൽ ടൈം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, 10-15 വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. 10-15 മിനിറ്റ് മ്യൂസിക് ഇട്ട് ഒരു ബുക്ക് കൊടുക്കും. ആ ബുക്ക് വീട്ടിൽ പോകുന്നില്ല, കറക്ഷൻ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കുക, എഴുതുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഫ്രീ. ഓക്കെ, നല്ല മ്യൂസിക്. രാവിലെ വരുമ്പോൾ ഇത് ആദ്യമൊക്കെ നമ്മൾ വെറും സ്ക്രിബ്ലിംഗ് കാണും, പിന്നെ നമ്മൾ കളറിങ് കാണും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചിത്രം കാണും. The magic is gradually you will see children start. I went to Lulu Mall. I had a burger. Or you will start seeing small pieces of language come there. ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടി
കിട്ടിയ ലിപിയെ അവരെ ആവശ്യവും അവരെ ആശയങ്ങൾ അറിയിക്കാൻ ആരെയുമല്ല, ആ പുസ്തകത്തിൽ അവരെ ആശയം പകർത്താനായി ഉപയോഗിക്കുന്ന ഒരു സാധനമായി, ഉപയോഗമുള്ള ഒരു സാധനമായി. ഇതേപോലെ ഇനി റീഡിങ്, ഫോർ എക്സാമ്പിൾ, പലവരും പറയും റീഡിങ് ഇല്ല, അവന് പുസ്തകം വേണ്ട, അവന് ഫോൺ നോക്കിയിരുന്നാൽ മതി, ഗെയിം കളിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ കുട്ടിയുടെ കൂടെ. നീ ഏത് ഗെയിം കളിക്കുന്നത്, അല്ല ക്യാരക്ടർ ആരാ, അവരെന്താ ചെയ്യുന്നത്, അങ്ങനത്തെ ക്യാരക്ടറാണോ, ഈ ക്യാരക്ടറിനെ ഒന്ന് വരച്ച് കാണിച്ചു തരുമോ, എനിക്ക് അത്രയും ചെറുതാണല്ലോ, ഒന്ന് വരച്ച് കാണിച്ചു തരുമോ, എനിക്ക് ഈ ക്യാരക്ടറും മോൻ എന്താ അത് ചെയ്യാൻ. അവൻ വരച്ച് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിൻ്റെ പേരെന്താ ഒന്ന് എഴുതി തരുമോ, ഈ ക്യാരക്ടറിന് എന്തൊക്കെയാണ് പവേഴ്സ് ഉള്ളത്, അതിനെപ്പറ്റി ഒന്ന് എഴുതാൻ പറ്റുമോ, ഇഫ് ദെവ് റീച്ച് ദാറ്റ് ലെവൽ. അല്ലെങ്കിൽ നമുക്ക് മോൻ ഈ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ നിനക്ക് ഏത് ക്യാരക്ടറാണ് ഇഷ്ടമായിരിക്കും. ഇഫ് ഹീസ് എ ഗൈ ഇൻ ടു സൂപ്പർ ആക്ഷൻ സ്റ്റഫ്, ഹീൽ ടെൽ യു വാട്ട് ക്യാരക്ടർ ഹി വാണ്ട്സ് ടു ബിക്കം. അപ്പോൾ നമുക്കൊരു കഥ ഉണ്ടാക്കിയാലോ, വൺസ് അപ്പോൺ എ ടൈം അവനൊരു വാട്ട് എവർ നെയിം, എന്നിട്ട് എവിടെ പോയി, എനിക്ക് നമുക്ക് എഴുതാം. കുട്ടി എഴുതും, ഇഫ് യു ബിലീവ് ഇനഫ്. അല്ല, അവൻ എഴുതുന്ന ഓരോ സ്പെല്ലിങ്ങും നോക്കി അവിടെ വെട്ടാനായിരിക്കുന്നത് എഴുതൂല, പേടിച്ചോടും. പക്ഷേ അത് ആ കുട്ടിയുടെ അവരെ ചിന്തയ്ക്ക് അവരെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഒരു വഴിയായി നമ്മൾ കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് വാവെന്ന് പറഞ്ഞ് വേണമെങ്കിൽ വോളിൽ എടുത്ത് ഒട്ടിച്ചാൽ അടുത്ത ദിവസം കുട്ടി ചെയ്യും, എഴുതും ചെയ്യും, വരയ്ക്കും ചെയ്യും. അവിടെയും റെസ്പെക്ട്. സോ ഇഫ് യു ഗിവ് ദ മീനിങ്, അർത്ഥവത്തായ കാര്യങ്ങൾ കുട്ടിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ, അവരെ ലോകത്തിൽ നിന്ന് അവരർത്ഥവത്തായി കാണുന്ന കാര്യങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന സ്പീക്കിങ്ങും ഡ്രോയിങ്ങും സിംഗിങ്ങും ഒക്കെ ചെയ്യും, അതിനെ അറിയിക്കാൻ വേണ്ടി, അല്ല നമ്മളെ പാട്ട് പഠിക്കാനല്ല. അതാണ് ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനം, അതാണ്. ആൻഡ് ദ ബ്യൂട്ടീസ്, നമ്മളത് പ്രോത്സാഹിപ്പിച്ചാൽ അവർ ചിന്തിക്കുന്നവരാവും, അവരാശയങ്ങൾ അറിയിക്കുന്നവരാവും, അവർ ചിന്തിച്ചുണ്ടാക്കി ലോകത്തെ അറിയിക്കണമെന്ന് വരും. ദേ മേ വാണ്ട് ടു ഡു സംതിങ് അബൌട്ട് ഡോഗ്സ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു അബൌട്ട് ഡോഗ്സ്? Or you want to write something, draw something, connect it with something meaningful. Alla, someone's very technical in brain. How can we make something? Write about it, draw about it. Or someone is very all about sports. Okay, what are the sports? Who are the players? Write something, draw something. This is the present day. I went to Lulu Mall the other day. So all of a sudden they want to live in Lulu land in their minds. തിരിച്ച് വഞ്ചൂറായി പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ okay, you want to write about it? They're living in imaginary world. They're still in Lulu in their head. They'll draw about it. They'll write about it. We got to see the world from the child's eye. In that space, they will thrive. You will see, you are getting them to do reading, writing. But they are in Lulu land. And it's beautiful actually. നമ്മൾ കുറേ സ്ട്രെസ്സൊക്കെ മാറിപ്പോകും. നമ്മൾ ചില ഇതുപോലെ തന്നെ, നോട്ട് ലൈക്ക് ദ ഹോൾ തിങ് ഇസ് സ്ട്രെസ് ഫ്രീ, ബട്ട് യു വിൽ ഹാവ് moments of beauty. You will have moments of really being a co-explorer. ആൻഡ് നമ്മളെ കുട്ടികളുടെ ജീവിതത്തിൽ ഈ ചില വർഷങ്ങളാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കിട്ടുന്നത്. ഒരു സമയം കഴിയുമ്പോൾ ദേ ആർ എൻ ഇൻഡിവിജ്വൽ, അവർ വളർന്നു പോകണം. ഈ കിട്ടുന്ന വർഷങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കുട്ടികളോട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ, പലപ്പോഴും നമ്മളെ ജീവിതത്തിൻ്റെ ആ വർഷങ്ങളിൽ അതാണ് അർത്ഥവത്തായിട്ടുള്ള കാര്യം. ഈ മെമ്മറീസും ഈ കുട്ടിയുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം, അതും ആയുഷ്കാലമുള്ള അവരെ ബ്രെയിനിൽ അവരെ പേരൻസിനെ കാണുന്ന ആ ബന്ധങ്ങളുടെ ഒരു ഇമോഷണൽ കണക്ഷൻ്റെ അടിസ്ഥാനമാവുന്ന ഈ സാധനങ്ങളാണ്. ഇഫ് യു ലുക്ക് അറ്റ് എ വെൽബീയിങ് ആസ് എ ലാർജർ കോൺസെപ്റ്റ് ഇല്ലേ, ഇവിടെ കുട്ടിയുടെ വെൽബീയിങ്, നമ്മുടെ വെൽബീയിങ്, കുടുംബത്തിൻ്റെ വെൽബീയിങ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിലുള്ളത് സ്കിൽസ്, എന്തൊക്കെ ചെയ്യാം, ഒരു സൈഡിൽ എക്സ്പ്രഷൻ, മനസ്സിലായില്ലേ, നമ്മളെ ആശയങ്ങൾ എങ്ങനെ അറിയിക്കാം. ഈ സ്കിൽസും എക്സ്പ്രഷനും നമ്മൾ വഴികളുണ്ടാക്കി കൊടുക്കുന്നത് വിൽ ബി connected with how we have joy and meaning in life and how we have conversations. And ഓരോ വ്യക്തിക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കാം. അത് നമ്മൾ കുടുംബത്തിൽ ഓരോ അംഗങ്ങൾക്കും അതിന് സ്ഥാനം ഉണ്ടാക്കി ഒരു വ്യക്തിയായി കണ്ട് അവരെ എക്സ്പ്രസ് ചെയ്യുന്നതിലൊരു ഭാഗമാകുമ്പോൾ വി ബിക്കം എ നൈസ് യൂണിറ്റ് ആൻഡ് എവറി വൺസ് ഹെൽപ്പിംഗ് എവറിബഡി. സോ ഐ തിങ്ക് അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഒരു കുട്ടിയുടെ വളർച്ച, ആ കുട്ടിയുടെ ഒരു ഗ്രോത്ത്, ഡെവലപ്മെന്റ്, അതൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഒരു മനുഷ്യൻ ഉണ്ടായി വരുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഒരുപാട് പേരുടെ ഇൻവോൾവ്മെന്റ് ഉള്ളൊരു കാര്യമാണ്. സോ ഗുഡ് ടു ബി ഹിയർ. റിയലി ലവ് നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് പല ജീവിത കഥകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും അവരവരെ ജീവിതത്തിൽ അർത്ഥവത്തായി ചെയ്യുന്ന കാര്യങ്ങളെ വെച്ച് നമുക്ക് ലോകത്ത് ഒത്തിരി പുതിയ രീതികളിൽ കാണാൻ പറ്റുന്നതിൽ നിങ്ങൾ ഈ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സോ ഗുഡ് ടു be here and be part of this movement. Wish you all the best and really hope so many more lives find this platform. Thank you so much.